Hi students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 27/1/2024 JEE Main ഈവനിങ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് എ റിയൽ ഗ്യാസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. P plus A by V square into V minus B is equal to RT, where P, V and T are pressure, volume, temperature respectively. 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നൊക്കെ തന്നിട്ടുണ്ട്. ഡയമെൻഷൻ ഓഫ് എ ബൈ ബി സ്ക്വയർ ഈ സെയിം ആസ് ദാറ്റ് ഓഫ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിനകത്ത് ഡയമെൻഷൻ കണ്ടുപിടിക്കാനല്ല, അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഈക്വലൻ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പി പ്ലസ് എ ബൈ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ പി എന്ന് പറയുന്ന എ ബൈ വി സ്ക്വയറുമായിട്ട് ആഡ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് പ്രഷർ ഈസ് ഈക്വലൻ്റ് എന്തായിരിക്കും? പി ഈസ് ഈക്വൽ ടു, അപ്പോൾ ഡയമെൻഷൻ ഓഫ് പി എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? എ ബൈ വി സ്ക്വയറിന് ഇക്വലൻ്റ് ആയിരിക്കും. എ ഡിവൈഡഡ് ബൈ വി സ്ക്വയറിന് ഇക്വലൻ്റ് ആയിരിക്കും. എ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി വി സ്ക്വയറിന് ഇക്വലൻ്റ് ആയിരിക്കും. പി വി സ്ക്വയർ പ്രഷർ ഇൻറ്റു വോളിയം സ്ക്വയർ. അതുപോലെ തന്നെ ബി മൈനസ് ബി, ഇവിടെ വോളിയം എന്ന് പറയുന്ന ബി എന്ന് സബ്സ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ബി ആയിരിക്കും. ഈക്വൽ ടു ബി ആയിരിക്കും. അപ്പോൾ ഇവിടെ ബി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? വോളിയത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും. ബി ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ ബി സ്ക്വയർ ആയിരിക്കും ബി സ്ക്വയർ. അപ്പോൾ എ ബൈ ബി സ്ക്വയർ എന്ത് വരും? ഇപ്പോൾ എ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ എന്ത് വരും? ഇപ്പോൾ എ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ പി എന്ന് വരും. അപ്പോൾ ഇത് പ്രഷറിന് ഇക്വലൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. 2 ഈസ് കറക്റ്റ്. പി വി സ്ക്വയർ ബൈ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി. അപ്പോൾ 2 ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വീസ്റ്റേൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ടു മെഷർ ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൺ വയർ. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയാണ്. അതിന് S1 എന്ന് വിളിച്ചിരിക്കുകയാണ്. ഹാവിങ് ലെങ്ത് L, റേഡിയസ് R. X ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ഫയർ. അവിടെ ക്യാപിറ്റൽ X അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് X ഇൻറ്റു പൈ ആർ സ്ക്വയർ ബൈ L എന്നാണ്. S1 ഈസ് ഈക്വൽ ടു X ഇൻറ്റു പൈ ആർ സ്ക്വയർ ബൈ L എന്നാണ്. അവിടെ X റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ RA ബൈ L എന്ന് പറയുന്ന ഫോമിൽ വന്നിട്ടുണ്ട്. ഇഫ് ദ ലെങ്ത് ഓഫ് വയർ ഗെറ്റ് ഡബിൾ ചെയ്തു, ലെങ്ത് ഡബിൾ ചെയ്യുന്നു, വാല്യൂ സ്പെസിഫിക് റെസിസ്റ്റൻസ്. നമുക്കറിയാം സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ അല്ല. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയയുള്ള ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന റെസിസ്റ്റൻസ് ആണ്. അത് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചറിനെയൊക്കെ ഡിപ്പെൻഡൻസ് വരും. ഡയമെൻഷനായ ലെങ്തോ ഏരിയയോ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടത്തില്ല, റെസിസ്റ്റൻസ് മാറും, റെസിസ്റ്റിവിറ്റി മാറത്തില്ല. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നതാണ്? അപ്പോൾ നേരത്തെയുള്ള സ്പെസിഫിക് റെസിസ്റ്റൻസ് S1 ആണെങ്കിൽ ഇപ്പോഴുള്ള സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? S1 തന്നെ. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഡയമെൻഷൻ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെ വരും? ഈ സെക്കൻഡ് ഓപ്ഷൻ തന്നെ വരും, S1 തന്നെ വരും. നെക്സ്റ്റ്, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. വൺ ഈസ് ലേബിൾഡ് ആസ് അസേർഷൻ ആൻഡ് അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ. അസേർഷൻ പറഞ്ഞിരിക്കുന്ന ആംഗുലാർ സ്പീഡ് ഓഫ് മൂൺ ഇൻ ഇറ്റ്സ് ഓർബിറ്റ് എറൗണ്ട് ദ എർത്ത് ഈസ് മോർ ദാൻ ആംഗുലാർ സ്പീഡ് ഓഫ് എർത്ത് എബൌട്ട് ഓർബിറ്റ് എബൌട്ട് ദ സൺ. അപ്പോൾ മൂണ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 27 ഡേയ്സ് ആണ്. ലൂണാർ ഡേ ആണ്. 27 പോയിൻറ്റ് സംതിങ് ആണ്. അപ്രോക്സിമേറ്റ് 27 ഡേയ്സ് ആണ് അതിൻ്റെ ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയം. അതുപോലെ എർത്ത് സണ്ണിന് തൊട്ട് റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന 1 ഇയർ ആണ്. 365 ദിവസമാണ്. 360 നിയർലി 365 ഡേയ്സ്. ദ മൂൺ ടേക്ക് ലെസ് ടൈം ടു മൂവ് അറൗണ്ട് ദ എർത്ത് ദാൻ ടൈം ടേക്കൺ ബൈ ദ എർത്ത് ടു മൂവ് അറൗണ്ട് ദ സൺ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത്, ദ ആംഗുലർ സ്പീഡ് ഒമേഗ എന്ന് പറയുന്നത് 2π ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ്. അപ്പോൾ ഒമേഗ പ്രപ്പോർഷണൽ ടു 1/t ആണ്. അതിൽ ടി ഓഫ് മൂൺ എന്ന് പറയുന്നത് 27 ഡേയ്സ് അല്ലേ. അപ്പോൾ ടി ഓഫ് മൂൺ ലെസ് ദാൻ എന്താണ്? ടി ഓഫ് എർത്ത് ആണ്.
എർത്തിൻ്റെത് ഒരു ഇയറാണ് 365 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ എന്തായാലും മൂണിൻ്റെത് ലെസ്സാണ്. അപ്പോൾ ഉറപ്പായിട്ട് ആംഗുലാർ സ്പീഡ് ഓഫ് മൂൺ എന്തായിരിക്കും? ആംഗുലാർ സ്പീഡ് ഓഫ് മൂൺ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ആംഗുലാർ സ്പീഡ് ഓഫ് എർത്ത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ദ മൂൺ ടേക്ക് ലെസ് ടൈം ടു മൂവ് അറൗണ്ട് ദ എർത്ത് ദാൻ ടൈം ടേക്കൺ ബൈ ദ എർത്ത് ടു മൂവ് അറൗണ്ട് ദ സൺ. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ റീസൺ. ഈ ടൈം മാറുമ്പോൾ എന്ത് ചെയ്യും? ആംഗുലാർ സ്പീഡ് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസേർഷനും റീസണും എന്ത് തന്നെയാണ്? രണ്ടും കറക്റ്റ് തന്നെയല്ലേ? അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അപ്പോൾ ഇവിടെ 2 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 2 ഈസ് ദ കറക്റ്റ് ആൻസർ. 2 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വീണ്ടും അസേർഷൻ റീസൺ തന്നെ. ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മെറ്റീരിയൽസ്. ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമുക്കറിയാം. മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് FMS നമ്മൾ എടുത്താൽ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ മെറ്റീരിയൽ. അവിടെ മെറ്റീരിയൽ കോണ്ടാക്ട് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയയുമായിട്ട് യാതൊരു റിലേഷനുമില്ല. ദ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽസ്. ദ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. അത് ശരിയാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് രണ്ടും കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയാലും കൈനറ്റിക് ഫ്രിക്ഷൻ ആയാലും അവിടെ ഏരിയയുമായിട്ട് റിലേഷൻ ഇല്ല. അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ഇൻകറക്റ്റാണ്. ദ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ കോണ്ടാക്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ദ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ കോണ്ടാക്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ കോണ്ടാക്ട് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റുമാണ്. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ ട്രൂത്ത് ടേബിൾ ഓഫ് എ ഗിവൺ ഡയഗ്രാം ഈസ് ഈക്വൽ ടു. അപ്പോൾ ഒന്നീ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇൻപുട്ട് കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ അത് എ ബാർ ഇവിടെ വരും, ഇവിടെ എ ബാർ വരും. ഇവിടെ ബി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഡയറക്റ്റ് എ വരും. ഇത് ബി എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ ബി ബാർ ആവും. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് എന്താവും? ഇവിടെ വരുന്നത് എ ആൻഡ് ബി ബാർ, എ ആൻഡ് ബി ബാർ ഇവിടെ വരും, കാരണം ഇത് ആൻഡ് ഗേറ്റാണ്. ഇവിടെ ഡയറക്റ്റ് ഈ ബി വരും, എ ബാർ വരും. അപ്പോൾ എ ബാർ ആൻഡ് ബി ഇവിടെ വരും. ഇനി ഇത് ഓർ ഗേറ്റ് അല്ലേ, അപ്പോൾ നമ്മുടെ വൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് വരും? വൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ആൻഡ് ബി ഓർ 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 ഇത് അഡീഷൻ്റെ ഓർ എ ബാർ ആൻഡ് ബി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ ബൂലിയൻ എക്സ്പ്രഷനാണ്. എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്, എക്സ് ഓർ ഗേറ്റ് എന്ന് പറയും. ഈ എക്സ് ഓർ ഗേറ്റിൻ്റെ പ്രത്യേകത രണ്ട് ഇൻപുട്ടും ഡിഫറൻ്റ് ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 0, 0, 1 ഇവിടെ രണ്ട് ഇൻപുട്ടും ഒരേപോലെ അവിടെ ഔട്ട്പുട്ടുണ്ട്. 0, 1 ഔട്ട്പുട്ട് ഇല്ല, അപ്പോൾ ഇത് തെറ്റാണ്. 0, 0 ഔട്ട്പുട്ട് ഇല്ല, 0, 1 ഔട്ട്പുട്ടുണ്ട്, 1, 0 ഔട്ട്പുട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇൻപുട്ടും ഡിഫറൻ്റ് ആയിരിക്കും മാത്രമേ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൽ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ ഇൻപുട്ടായിട്ട് സെപ്പറേറ്റ് കൊടുത്ത് വേണമെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആണ്, ഇത് എക്സോർ ഗേറ്റ് ആണ്, എക്സോർ ഗേറ്റ് ആണ്, എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആണ്. എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ ബൂലിയൻ എക്സ്പ്രഷനാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് y is equal to a and b b bar or a bar and b എന്ന് കിട്ടും. ഇപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആണ്. ഇപ്പോൾ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൽ രണ്ട് ഇൻപുട്ടും ഡിഫറൻ്റ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഇവിടെയാണ്. രണ്ട് ഇൻപുട്ട് ഒരുപോലെയാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 1 കൊടുക്കുമ്പോൾ അത് ഇവിടെ 0 വരും, പിന്നെ ഇവിടെ 0 കൊടുക്കുക, അപ്പോൾ ഇവിടെ 0 ആയി. പിന്നെ ഇവിടെ നിങ്ങൾ 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 ആയി. പിന്നെ ഇവിടുന്ന് അതങ്ങനെ ഇൻപുട്ട് 1ഉം 0ഉം മാറി മാറി കൊടുത്തിട്ട് നിങ്ങൾക്ക് ട്രൂത്ത് ടേബിൾ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ ഡയറക്റ്റ് ബൂലിയൻ എക്സ്പ്രഷൻ എഴുതി നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത എ കറണ്ട് ഓഫ് 200 മൈക്രോ ആംപിയർ ഡിഫ്ലക്റ്റ് ദ കോയിൽ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ത്രൂ 60 ഡിഗ്രി.
അപ്പോൾ ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൽ കറണ്ട് അവിടുത്തെ ആംഗിളിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്, ഐ പ്രൊപ്പോർഷണൽ ടു തീറ്റയാണ്. ഇപ്പോൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3 റേഡിയനാണ്. ഇപ്പോൾ π/3 റേഡിയനിൽ 200 മൈക്രോ ആമ്പിയർ. അങ്ങനെയാണെങ്കിൽ കറണ്ട് ടു കോസ് ഡിഫ്ലക്ഷൻ ത്രൂ π/10 റേഡിയൻ. π/10 റേഡിയനിൽ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നതാണ്? അപ്പോൾ ഇവിടെ ഐ പ്രൊപ്പോർഷണൽ ടു തീറ്റയാണ്. ഐ പ്രൊപ്പോർഷണൽ ടു തീറ്റയാണ്. അപ്പോൾ നമുക്ക് I2 ഡിവൈഡഡ് ബൈ I1 എന്ന് പറയുന്നത് θ2 ഡിവൈഡഡ് ബൈ θ1 ആണ്. θ2 ഡിവൈഡഡ് ബൈ θ1 ആണ്. അപ്പോൾ θ2 എന്ന് പറയുന്ന π/10 ആണ്. π ഡിവൈഡഡ് ബൈ 10 ആണ്. അടുത്ത 60 ഡിഗ്രി എന്ന് പറയുന്നത് π/3 ആണ്. ഇപ്പോൾ 1/θ1 എടുക്കുമ്പോൾ 3/π. അപ്പോൾ ഇത് 3/10 എന്നായി. 3 ഡിവൈഡഡ് ബൈ 10 എന്നായി. അപ്പോൾ I2 എന്ന് പറയുന്നത് 3/10 ഇൻറ്റു I1 എന്ന് വരും. I2 എന്ന് പറയുന്നത് 3/10 ഇൻറ്റു I1 എന്ന് വരും. I1 200 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇവിടെ 20 20 ഇൻറ്റു 3 60 60 മൈക്രോ ആമ്പിയർ ആയിരിക്കും ഇനി വരുന്ന കറണ്ട്. 60 മൈക്രോ ആമ്പിയർ, 60 മൈക്രോ ആമ്പിയർ. അപ്പോൾ 60 മൈക്രോ ആമ്പിയർ നോക്കിയാൽ ഓപ്ഷൻ 3 ഈസ് അവർ കറക്റ്റ് ആൻസർ. 60 മൈക്രോ ആമ്പിയറിലേക്ക് നമ്മുടെ ആൻസർ വന്നിട്ടുണ്ട്. 60 മൈക്രോ ആമ്പിയർ. നെക്സ്റ്റ്, ദ അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12 എന്ന് പറയുന്നത് 12.00000 അറ്റോമിക് മാസ് യൂണിറ്റ്. അതുപോലെ കാർബൺ 30 എന്ന് പറയുന്നത് 13.003350. റിക്വയർഡ് എനർജി ടു റിമൂവ് എ ന്യൂട്രോൺ ഫ്രം കാർബൺ 1230 ഇഫ് മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 1.00685. അപ്പോൾ ഇവിടെ കാർബൺ 12 ഇപ്പോൾ കാർബൺ 6 ഇട്ടുള്ളൂ പ്ലസ് ന്യൂട്രോൺ. ഇതാണ് കാർബൺ 13 എന്ന് പറയുന്നത്. 6 അപ്പോൾ നമുക്കിവിടെ ഇത് നമ്മുടെ ഒരു റിയാക്ഷൻ പോലെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ബൈൻഡിങ് എനർജി എത്രയുണ്ടോ അത്രയും ഇതിൻ്റെ മാസ് ഡിഫക്റ്റ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്യൂ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഒരു ന്യൂക്ലിയോൺ റിമൂവ് ചെയ്യുമ്പോൾ അത്രയും എനർജി നമ്മൾ സപ്ലൈ ചെയ്യേണ്ടി വരും. ന്യൂക്ലിയസ് ഫോം ചെയ്ത എനർജി റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കാർബൺ 612 അതിൻ്റെ മാസ് 12.00. അപ്പോൾ ഇവിടെ ക്യൂ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഡെൽറ്റ എം എന്ന് പറയുന്നത് മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം, അത് 12.0000 പ്ലസ് ന്യൂട്രോണ്ടത് 13.00000034. ഇതാണ് ഡെൽറ്റ മൈനസ് ഇതിൻ്റെത് 12.003354. ഇതാണ് ഡെൽറ്റ എം എന്ന് പറയുന്നത്. ഈ മാസ് ഡിഫക്റ്റ് നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ മാസിലെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് 0.00531 എന്ന് വരും. പിന്നെ നെഗറ്റീവ് വരും. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിനെക്കാട്ടിയും കുറവാണ്. അപ്പോൾ ഇവിടെ എനർജി ഇതിപ്പോൾ ഇത് നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ എമൗണ്ട് മാത്രമേ ഉള്ളൂ, ഇത്രയും യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വേണ്ട എനർജീൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ എടുത്താൽ മതി. 1 u c സ്ക്വയർ എന്ന് പറയുന്നത് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഇത് 0.00531 ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.95 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. 4.95 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത്ര എനർജി ആയിരിക്കും നമ്മളിവിടെ കൊടുക്കേണ്ടി വരുന്നത്. ഇത്ര എനർജി അവിടെ സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരും. അതിൻ്റെ അർത്ഥം അവിടുത്തെ ക്യൂ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ എനർജി ഇതിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർബൺ 13 നിന്ന് ഒരു ന്യൂട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇത്ര എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ കാർബൺ 12ഉം ഈ ന്യൂട്രോണും ചേർന്ന് കാർബൺ 13 ആയി കഴിഞ്ഞാൽ ഇത്ര എനർജി റിലീസ് ചെയ്യും. തിരിച്ച് നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത്ര എനർജി അങ്ങോട്ട് സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ വരുന്നത് 4.95.
അടുത്ത് a ball is suspended by a thread sinks in vertical plane so that its magnitude of acceleration in the extreme position and lowest position are equal. ഇപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ ഇതിങ്ങനെ റിവോൾവ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ മീൻ പൊസിഷനിലും ലോവസ്റ്റ് പൊസിഷനിലും അപ്പോൾ ഇത് ഇവിടെ ഒരു പോയിന്റിൽ ഇത് എൻ്റെ എക്സ്ട്രീം പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിച്ചു. ഇതെങ്ങനെ വെർട്ടിക്കലായിട്ട് ഓസിലേറ്റ് ചെയ്യണം. ആക്സിലറേഷൻ ഇൻ എക്സ്ട്രീം പൊസിഷൻ ആൻഡ് ലോവസ്റ്റ് പൊസിഷൻ ആർ ഈക്വൽ. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ വരുന്ന സമയത്ത് നമ്മളിതിന് കൊടുത്തിരിക്കുന്ന വെലോസിറ്റി v ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇത് ലോവസ്റ്റ് പൊസിഷനാണ്, ഇത് എക്സ്ട്രീം പൊസിഷനിലാണ്. ഇവിടെ വരുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും, പക്ഷേ ഇവിടെ ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ, ഈ ആംഗിൾ തീറ്റ. അപ്പോൾ ഈ ബോബിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നമുക്ക് ലോവസ്റ്റ് പൊസിഷൻ ആർ ഈക്വൽ ദ ആംഗിൾ തീറ്റ ഓഫ് ദ ത്രെഡ് ഡിഫ്ലക്ഷൻ ഇൻ എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ വിത്ത് ത്രെഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മളിവിടെ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോബ് ഇവിടെ എത്തുന്ന സമയത്ത് ഈ ഒരു ഹൈറ്റ് h എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എല്ലാം ഈ ലെങ്ത് എല്ലാം. അപ്പോൾ ഉറപ്പായിട്ടും ഇത്രയും ഡിസ്റ്റൻസ് L cos θ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാം, ഈ ഡിസ്റ്റൻസ് എല്ലാം ഇതെല്ലാം. അപ്പോൾ ഈ h എന്ന് പറയുന്നത് എന്തായിരിക്കും? h is equal to L minus L cos θ, which is equal to L into 1 minus cos θ, L into 1 minus cos θ. ഇതായിരിക്കും ഇതിൻ്റെ h എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ ഹൈറ്റിലെ പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് മാറുമ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു. അപ്പോൾ ഇവിടെ നിന്ന് ഇതിന് സ്പീഡ് v ആണ് വരുന്നതെങ്കിൽ എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ½ mv² - 0 വിച്ച് ഈസ് ഈക്വൽ ടു mgh. അത് mg ഇൻറ്റു L ഇൻറ്റു 1 minus cos θ, 1 minus cos θ. അപ്പോൾ ഇതിനകത്ത് നിന്ന് m കട്ടായി പോകുമ്പോൾ v² വില എന്ന് പറയുന്നത് 2gl ഇൻറ്റു 1 minus cos θ എന്ന് കിട്ടി. 2gl ഇൻറ്റു 1 minus cos θ. അപ്പോൾ v² ഈസ് ഈക്വൽ ടു 2gl ഇൻറ്റു 1 minus cos θ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ v² ഡിവൈഡഡ് ബൈ എല്ലിൻ്റെ വില v²/L ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 minus cos θ, 2g ഇൻറ്റു 1 minus cos θ. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ലോവസ്റ്റ് പോയിന്റിലാകുമ്പോൾ ഈ ബോഡിയെ സംബന്ധിച്ച് ഇതിൻ്റെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ ഇതായിരിക്കും. ഇവിടെ വരുമ്പോൾ v 0 ആയിരിക്കും, പക്ഷേ ടാൻജൻഷ്യൽ ഫോഴ്സ് mg sin θ ആക്ട് ചെയ്യുന്നതുകൊണ്ട് g sin θ അവിടെ ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ അറ്റ് ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അത് v²/L ആയിരിക്കും. ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് ഇതിൻ്റെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ടേക്ക് mg sin θ ആക്ട് ചെയ്യുമല്ലോ. അപ്പോൾ mg sin θ ഡിവൈഡഡ് ബൈ g എടുക്കുമ്പോൾ ആ ആക്സിലറേഷൻ എന്ന് പറയുന്നത് g sin θ ആയിരിക്കും. അപ്പോൾ v² ഡിവൈഡഡ് ബൈ L ഈസ് ഈക്വൽ ടു g sin θ എന്ന് കിട്ടി. v² ഡിവൈഡഡ് ബൈ L ഈസ് ഈക്വൽ ടു g sin θ എന്ന് കിട്ടി. v²/L ഈസ് ഈക്വൽ ടു g sin θ എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ 2g ഇൻറ്റു 1 minus cos θ. ഇനി v²/L വരെ ഇത് കൊടുക്കും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ അറ്റ് ലോവസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ അറ്റ് എക്സ്ട്രീം പോയിന്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിന് പകരം നമ്മൾ 2g ഇൻറ്റു 1 minus cos θ, 2g ഇൻറ്റു 1 minus cos θ ഈസ് ഈക്വൽ ടു g sin θ, g sin θ. ഇതിനകത്ത് ഈ ജിയും കട്ടായി. അപ്പോൾ 2 ഇൻറ്റു 1 minus cos θ എന്ന് പറയുന്നത് 2 sin² θ/2 ആണ്. 2 sin² θ/2 വിച്ച് ഈസ് ഈക്വൽ ടു sin θ നമുക്ക് 2 sin θ/2 cos θ/2 എന്ന് എഴുതാം. കാരണം two sin θ cos θ ഈസ് ഈക്വൽ ടു sin 2 θ. അപ്പോൾ sin 2 θ/2 വരും, അത് sin θ തന്നെ വരും. അപ്പോൾ ഈ sin θ നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? 2 sin θ/2 cos θ/2. അത് sin 2 θ ആവും. അപ്പോൾ sin 2 θ/2 sin θ തന്നെ ആവും. ഇതിനകത്ത് നിന്ന് ഒരു sin² θ/2 ഒരു sin θ പോയി കഴിഞ്ഞാൽ ഒരു 2ഉം 2ഉം കട്ടാവും.
അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 2 sin theta by 2 is equal to 2 sin theta by 2 is equal to ഒരു 2 ഇവിടെ പോയിട്ടുണ്ട്, ബാക്കി ഒരു 2 ഇവിടെ കിടക്കും. cos theta by 2. cos theta by 2. അപ്പോൾ sin theta divided by cos theta, sin theta 2 divided by cos theta by 2, which is equal to അത് 1/2 എന്ന് കിട്ടും. അപ്പോൾ tan theta by 2 is equal to 1/2 എന്ന് കിട്ടും. tan theta by 2 is equal to 1/2 എന്ന് കിട്ടും. അപ്പോൾ theta by 2 is equal to tan inverse 1/2 എന്ന് കിട്ടും. അപ്പോൾ ആ ആംഗിൾ മെയ്ഡ് ബൈ ദി സ്ട്രിങ് വിത്ത് എക്സ്ട്രീം പോയിന്റിൽ ഇത് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ദാറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എന്തെന്ന് കിട്ടും? 1/2. 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2. അപ്പോൾ ഇതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1/2. 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1/2. 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1/2. അപ്പോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1/2. അപ്പോൾ ഓപ്ഷൻ 2 വരും. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1/2. നെക്സ്റ്റ്, ദ വോൾട്ട്മീറ്റർ ഓൾ ഹാവിങ് ഡിഫറൻറ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, എല്ലാത്തിനും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്, ആർ ജോയിൻഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. വെൻ സം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് അക്രോസ് എ ആൻഡ് ബി, ദ റീഡിംഗ് ആർ V1, V2, V3. ഇപ്പോൾ ഇവിടെ നമ്മളൊരു പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു പ്ലസും ഇവിടെ ഒരു മൈനസും കൊടുത്തെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് പ്ലസ് സീരീസ് ആണ്, പ്ലസ് മൈനസ്, ഇവിടെ എന്തായി? പ്ലസ് മൈനസ്. ഇനി ഇത് പാരലാണ്, അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ട് ഇവിടെ എന്ത് കിട്ടി? പ്ലസ് കിട്ടി. ഇവിടെ എന്ത് കിട്ടി? മൈനസ് കിട്ടി. ഇനി നമ്മളിവിടെ വോൾട്ടേജ് ലോപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ആണ്, ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് ആണ് ചോദ്യം. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി എഴുതാമല്ലോ, മൈനസ് V1 മൈനസ് V2 അടുത്ത പ്ലസ് V3 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 0. അപ്പോൾ V3 ഈസ് ഈക്വൽ ടു എന്തായി? V1 പ്ലസ് V2 എന്നായി. V3 ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 ആയി. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിൻ്റെ സമ്മായിരിക്കും V1 പ്ലസ് V2. ചുമ്മാ നമുക്ക് ഇവിടെ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? മൈനസ് V1 മൈനസ് V2 പ്ലസ് V3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ V3 ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നത് V1 പ്ലസ് V2ൻ്റെ വില V3ക്ക് ഈക്വലൻ്റ് ആയിരിക്കും. V1 പ്ലസ് V2 ഈസ് ഈക്വൽ ടു V3. നെക്സ്റ്റ്, ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഡയറ്റോമിക് ആണ്, അത് 27 ഡിഗ്രീസിൽ യൂസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് 8.31 ജൂൾ പെർ മോൾ കെൽവിൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം F/2 ഇൻറ്റു RT. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര മോളാണ്? 1 മോളാണ്, 1 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇത് ഡയറ്റോമിക് ആണ്, ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണ്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു RT. അപ്പോൾ നമുക്കിതിൻ്റെ ടോട്ടൽ എനർജി വരുന്നത് 5/2 RT ആണ്. 5/2 RT. ടെമ്പറേച്ചർ 27 ഡിഗ്രി ആണ്. അപ്പോൾ 5/2 ഇൻറ്റു ഗ്യാസ് കോൺസ്റ്റൻ്റ് വില 8.31 ആണ്. 8.31 ഇൻറ്റു ടെമ്പറേച്ചർ 27 ഡിഗ്രി. 27 ഡിഗ്രി ആകുമ്പോൾ അത് കെൽവിനിൽ എഴുതുമ്പോൾ 27 പ്ലസ് 273 300 കെൽവിൻ എന്ന് വരും. 300 ഇൻറ്റു 300 അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ല, ഇൻറ്റു 300. അപ്പോൾ നമുക്കിത് 300 ഇൻറ്റു 8.31 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് 6232 6232 കിട്ടും. 6232.5
ഇതായിരിക്കും ഇതിൻ്റെ കൈൻഡിക് 6232.5 എന്ന് കിട്ടും. 3 is the correct answer. Okay. Next. Given below are two statements. One is labeled as assertion and other is labeled as reason. Vernier caliper positive zero error exists. Positive zero error exists എന്ന് പറഞ്ഞാൽ വെർണിയറിലെ മെയിൻ സ്കെയിലിൽ സീറോയെ കാട്ടിയും വെർണിയർ സ്കെയിലിൽ സീറോ കുറച്ച് ഫോർവേഡായിട്ട് നിൽക്കും അല്ലേ. രണ്ട് സീറോയും തമ്മിൽ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വെക്കാതിരിക്കുന്ന സമയത്ത് കോയിൻസൈഡ് ചെയ്യത്തില്ല. അപ്പോൾ ടേക്കിംഗ് മെഷർമെൻറ്റ് ദ റീഡിംഗ് ടേക്കൺ വിൽ ബി മോർ ദാൻ ആക്ച്വൽ റീഡിംഗ്. അപ്പോൾ നമ്മൾ അത് കറക്റ്റഡ് റീഡ് ചെയ്യുന്ന സമയത്ത് ട്രൂ വാല്യൂ മൈനസ് ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു ഈ പറയുന്ന സീറോ എറർ മെഷർ ചെയ്ത് അത് അവസാനം നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് വെച്ച് റീഡിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ ട്രൂ വാല്യൂവിനെ കാട്ടി അല്പം റീഡിംഗ് മോർ ആയിരിക്കും. ദ സീറോ എറർ ഇൻ വെർണിയർ കാലിപ്പർ മൈറ്റ് ഹാവ് ഹാപ്പൺ ഡ്യൂ ടു മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അപ്പോൾ എറർ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഇത് ഇൻസ്ട്രുമെൻ്റലാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒക്കെ വഴി തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് വെച്ച് റീഡിംഗ് എടുക്കുമ്പോൾ ആ റീഡിങ്ങിൽ പിന്നെ കൂടുതൽ വരുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല ഇത് ഇററിൻ്റെ ടൈപ്പാണ്. അപ്പോൾ സീറോ ഇറർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന എററാണ്. അപ്പോൾ ടേക്കിംഗ് മെഷർമെൻറ്റ് ദ റീഡിംഗ് വിൽ ബി ടേക്കൺ മോർ ദാൻ ആക്ച്വൽ റീഡിംഗ്. അപ്പോൾ സീറോ എറർ ഇൻ വെർണിയർ കാലിപ്പർ മൈറ്റ് ഹാവ് ഹാപ്പൺ ഡ്യൂ ടു മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അപ്പോൾ ബോത്ത് അസർഷനും റീസണും കറക്റ്റ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കേണ്ട. അപ്പോൾ നമുക്ക് 2 ഈസ് ദ കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കുക. സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അടുത്ത പ്രൈമറി സൈഡ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് കണക്റ്റഡ് ടു 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈയിലേക്ക് കൊടുത്തു. അടുത്ത ടേൺസ് റേഷ്യോ പ്രൈമറി ടു സെക്കൻഡറി 10:1 ആണ്. ലോഡ് റെസിസ്റ്റൻസ് സെക്കൻഡറിയിൽ 46 ആണെങ്കിൽ പവർ ഇൻ കൺസ്യൂംഡ് ഇൻ ഇറ്റ് ഈസ്. അപ്പോൾ സെക്കൻഡറിയിൽ കൺസ്യൂം ചെയ്യുന്ന പവറാണ്. അപ്പോൾ നമ്മൾ V1/V2 = എന്താണെന്ന് എഴുതാം, N1/N2 എന്ന് എഴുതാം. P1/V2 = N1/N2 എന്ന് എഴുതാം. N1/N2 എന്ന് എഴുതാം. N1/N2 എന്ന് എഴുതാം. അപ്പോൾ V1 എന്ന് പറയുന്നത് പ്രൈമറിയിലെ വോൾട്ടേജ് ആണ്, അത് 230 ആണ്. ഇനി സെക്കൻഡറിയിലെ വോൾട്ടേജ് നമുക്ക് അറിയത്തില്ല, അത് നമുക്ക് V2 എന്ന് ഇടാം. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് N1/N2 എന്ന് പറയുന്നത് 10:1 ആണ്. അപ്പോൾ നമുക്കിവിടെ V2 എന്ന് പറയുന്നത് 23 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ സെക്കൻഡറിയിൽ വരുന്ന വോൾട്ടേജ് 23 വോൾട്ടാണ്. അപ്പോൾ 23 വോൾട്ടാണ് ഈ വൈൻഡിങ്സ് ഉള്ള ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ലോഡ് റെസിസ്റ്റൻസ് 46 ഓം അല്ലേ. അപ്പോൾ 23 വോൾട്ട് അവിടെ വരികയാണെങ്കിൽ അതിന് അക്രോസ് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് V²/R ആണ്. V എന്ന് പറഞ്ഞാൽ ഇവിടെ V2 കൊടുക്കാം. അപ്പോൾ ഇത് 23 × 23 ഓമിക് റെസിസ്റ്റൻസ് വരുന്നത് 46. അപ്പോൾ ഇവിടെ 23 ഇതോട് കൂട്ടിയപ്പോൾ ഇവിടെ 2 ആയി. അപ്പോൾ 23/2 11.5 വോൾട്ട്. അപ്പോൾ ഇവിടെ സെക്കൻഡറിയിൽ കൺസ്യൂം ചെയ്യുന്നപ്പോഴുള്ള പവർ എന്ന് പറഞ്ഞാൽ 11.5 വാട്ടാണ്. നെക്സ്റ്റ്, during an adiabatic process, pressure of a gas is found to be proportional to cube of absolute temperature. എങ്കിൽ റേഷ്യോ CP/Cv. ഇപ്പോൾ റേഷ്യോ CP/Cv എന്ന് പറയുന്നത് അത് അഡയബാറ്റിക് കോൺസ്റ്റൻറ്റ് ഗാമയാണ്. അപ്പോൾ ഇവിടെ ഡ്യൂറിങ് ആൻ അഡയബാറ്റിക് പ്രോസസ് പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് ഫൗണ്ട് ടു ബി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ P പ്രൊപ്പോർഷണൽ ടു T³ ആണ്. അപ്പോൾ P/T³ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. P/T³ = കോൺസ്റ്റൻറ്റ്. അപ്പോൾ P(T⁻³ = കോൺസ്റ്റൻറ്റ്. P(T⁻³ = കോൺസ്റ്റൻറ്റ്. ഇനി അഡയബാറ്റിക് പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ എന്ന് വെച്ചാൽ P⁻⁻⁴. അപ്പോൾ PV⁻⁴ അഡയബാറ്റിക് പ്രഷർ വോളിയം റിലേഷൻ. അഡയബാറ്റിക് പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ P⁻⁻⁴ T⁻⁴ കോൺസ്റ്റൻറ്റ്. ഇതാണ് അഡയബാറ്റിക് പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ. ഇതിനൊരു 1- കോമ്പൗണ്ട് ഡിവൈഡ് ചെയ്താൽ P × T⁻⁴
gamma divided by 1 minus gamma is equal to a constant. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ടി ക്യൂബ് ആണ്. അപ്പോൾ ഗാമ ബൈ 1 മൈനസ് ഗാമ എന്ന് പറയുന്നത് എന്ത് വരും? ഗാമ ബൈ 1 മൈനസ് ഗാമ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പി ടി റേസ് ടു -3 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഗാമ ബൈ 1 മൈനസ് ഗാമ, ഗാമ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ ഈസ് ഈക്വൽ ടു -3 എന്ന് വരും, -3 എന്ന് വരും. അപ്പോൾ നമുക്കിതൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ ഈസ് ഈക്വൽ ടു -3 പ്ലസ് 3 ഗാമ. ഇതിപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3 ഈസ് ഈക്വൽ ടു 2 ഗാമ. അപ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു സി പി ബൈ സി വി, അത് 3/2 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് സി പി ബൈ സി വി എന്ന് പറയുന്നത് 3/2 ആണ്. 3/2 ആണ്. അപ്പോൾ അഡയാബാറ്റിക് പ്രഷർ ടെമ്പറേച്ചർ റിലേഷനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പി പ്രൊപ്പോർഷണാലിറ്റി ടി ക്യൂബ് ആണ്. അപ്പോൾ സി പി ബൈ സി വി ഓഫ് ദ ഗ്യാസ് വന്നിരിക്കുന്നത് എത്രയാണ്? 3/2 ആണ്. 3/2. അടുത്ത നെക്സ്റ്റ്, ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ മെറ്റൽ വിത്ത് വർക്ക് ഫംഗ്ഷൻ 6.63. ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? വർക്ക് ഫംഗ്ഷൻ 50 ഈസ് ഈക്വൽ ടു h ഇൻറ്റു ത്രെഷോൾഡ് ഫ്രീക്വൻസി µ0. അങ്ങനെയാണെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. വർക്ക് ഫംഗ്ഷൻ ഇവിടെ വരുന്നത് 6.63 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ 6.63 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ടിനെ മാറ്റാൻ 1.6 ഇൻറ്റു 10⁻⁻19 ഡിവൈഡഡ് ബൈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് നമുക്ക് 6.63 ഇൻറ്റു 10⁻⁻34. അപ്പോൾ ഇത് കട്ടായി പോയിട്ട് 1.6 ഇൻറ്റു 19. അപ്പോൾ 19 അവിടെ +15 വരും അല്ലേ? +15, കാരണം ഇവിടെ 19 അല്ലേ? 19 ആകുമ്പോൾ ഇത് മുകളിൽ വരുമ്പോൾ 34 -19 15, അപ്പോൾ +15 കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഓപ്ഷനും 1.6 ആണ്. അപ്പോൾ ഇതിൽ പവർ മാത്രം നോക്കിയാൽ മതി. ഇൻറ്റു 10⁻15. ഇതായിരിക്കും ഇതിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 1.6 ഇൻറ്റു 10⁻15 ഹെർട്സ്. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, given below are two statements. The property of a body by virtue of which it tends to regain its original shape when external force is removed, that is elasticity. Restoring force depends upon bonded interatomic and intermolecular force. അപ്പോൾ നോർമലി നമ്മൾ സോളിഡ്സിനകത്ത് തിയറി പറയുമ്പോൾ റിസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ബോഡിയിൽ ഇൻ്റർ ബോണ്ടിങ്ങിനെയും ഇൻ്റർ മോളിക്കുലർ ഫോഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. അപ്പോൾ രണ്ടും നമുക്ക് ശരിയായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് കൊടുക്കേണ്ടത് നമുക്ക് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്, ബോത്ത് ആർ കറക്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ 4 ഇത് കൊടുക്കുക, അസേർഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ കറക്റ്റ് കൊടുക്കുക. അടുത്ത്, when a polarized sheet is rotated between two crossed polaroid, ഇപ്പോൾ 2 crossed polaroid ആണ്, then transmitted light will be maximum for a rotation. അപ്പോൾ when polarized sheet is rotated between two crossed polaroid, അപ്പോൾ ഇതിൽ ആദ്യത്തെ പോളറൈസറിന് ഇതൊരു പോളറൈസറാണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ആദ്യത്തെ കേസിൽ ഇതിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരുമ്പോൾ ഈ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പോളറൈസർ ഷീറ്റ് ഈസ് റൊട്ടേറ്റഡ് ബിറ്റ്വീൻ 2 ക്ലോസ്ഡ് പോളറൈസ്ഡ്. അപ്പോൾ ഒരു പോളറൈസ്ഡ് ഷീറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് 2 ക്രോസ്ഡ് പോളറൈഡിന് ഇടയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഇത് ഇൻറ്റൻസിറ്റി I0/2 ആണ്. അടുത്ത ക്രോസ്ഡ് പോളറൈസർ എടുക്കുമ്പോൾ 2 ക്രോസ്ഡ് പോളറൈസറിന് ഇടയിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, 2 ക്രോസ്ഡ് പോളറൈഡ്. അപ്പോൾ പോളറൈസ്ഡ് ഷീറ്റ് ഈസ് റൊട്ടേറ്റഡ് ബിറ്റ്വീൻ 2 ക്രോസ്ഡ് പോളറൈസർ. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രണ്ടാമത്തെ ഇരിക്കുന്നത്, അപ്പോൾ ഇവിടെ ഒരു പോളറൈസറുണ്ട്,
ഇവിടെ വേറൊരു പോളറൈസർ ഉണ്ട്, അപ്പോൾ ഇത് രണ്ടും ക്രോസ്ഡ് ആണ്. ഇതിനിടയിൽ നമ്മളൊരു സെക്കൻഡ് പോളറൈസർ ഇതിനിടയിൽ ഇതിൻ്റെ പോളറൈസിങ് ആംഗിൾ ഇപ്പോൾ ഫസ്റ്റുമായിട്ട് തീറ്റ ആണെങ്കിൽ മറ്റതുമായിട്ട് 90 മൈനസ് തീറ്റയിലായിരിക്കും. അപ്പോൾ ഇത് അടുത്തൊരു പോളറൈസറാണെന്ന് വിചാരിച്ചു, തൽക്കാലം ഇങ്ങനെ ആയിരിക്കും. തൽക്കാലം ഇങ്ങനെ എടുത്തു. അപ്പോൾ ആദ്യത്തത് ഇതിൻ്റെ പോളറൈസിങ് ആംഗിളും ഇത് നമ്മൾ തീറ്റയാണെങ്കിൽ ഇത് രണ്ടും 90 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് പോളറൈസറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ലൈറ്റ് എന്തായാലും I0/2 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് ഈ തീറ്റ. അപ്പോൾ ഇവിടേക്ക് വരുന്ന ഈ 8 എന്ന് പറയുന്നത് എന്തായിരിക്കും? I0/2 cos square തീറ്റ ആയിരിക്കും. cos square തീറ്റ. അപ്പോൾ തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ ഇത് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിളാണ്. ഇതിവിടെ 90 മൈനസ് തീറ്റ വരും. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഇൻറ്റൻസിറ്റി I0 എന്ന് പറയുന്നത് I0 cos square തീറ്റ I0/2 cos square തീറ്റ ഇൻറ്റു ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ഇസ് 90 മൈനസ് തീറ്റ. അപ്പോൾ ലോ ഓഫ് മാലസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇതിൽ നിന്ന് പുറത്ത് വരുന്ന I0/2 cos square തീറ്റയുടെ cos square 90 മൈനസ് തീറ്റ അപ്പോൾ sin square തീറ്റ. അപ്പോൾ I0/2 cos square തീറ്റ sin square തീറ്റ. നമുക്ക് മുകളിലൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്ത് കഴിഞ്ഞാൽ ഇത് I0/8 ഇൻറ്റു 4 cos square തീറ്റ sin square തീറ്റ. ഇത് നമുക്ക് sin square 2 തീറ്റ എന്ന് എഴുതിക്കൂടെ. 2 sin തീറ്റ cos തീറ്റ എന്ന് പറയുന്നത് sin 2 തീറ്റ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് sin square 2 തീറ്റ എന്ന് എഴുതാം. അപ്പോൾ I0/8 ഇൻറ്റു sin square 2 തീറ്റ എന്ന് എഴുതാം. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് മാക്സിമം ആവണമെങ്കിൽ ഈ sin square 2 തീറ്റ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? മാക്സിമം അടുത്ത നമുക്ക് വേണ്ടത് ട്രാൻസ്മിറ്റഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം ആവണമെങ്കിൽ ഏത് ആംഗിളിൽ ഇത് റൊട്ടേറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ട്രാൻസ്മിറ്റഡ് ഇൻറ്റൻസിറ്റി വന്നിരിക്കുന്ന I0/8 sin square 2 തീറ്റയാണ്. അപ്പോൾ ട്രാൻസ്മിറ്റഡ് ഇൻറ്റൻസിറ്റിയുടെ മാക്സിമം വില I0/8 ആയിരിക്കും. അപ്പോൾ ഇത് മാക്സിമം ആണെങ്കിൽ ഈ sin square 2 തീറ്റ 1 ആവണം. അപ്പോൾ sin square 2 തീറ്റ 1 ആവണം. അപ്പോൾ 2 തീറ്റ ഈസ് ഈക്വൽ ടു sin 2 തീറ്റ. അപ്പോൾ sin square 2 തീറ്റ 1 ആകുമ്പോൾ tan 2 തീറ്റ 1 ആവണം. sin square 3 തീറ്റ 1 ആവണം. അപ്പോൾ 2 തീറ്റ എന്ന് പറയുന്നത് sin 2 തീറ്റ 1 ആവണം. അപ്പോൾ 2 തീറ്റ 90 ഡിഗ്രി ആവണം. അപ്പോൾ തീറ്റ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി ആണ്. അപ്പോൾ sin square 2 തീറ്റ 1 ആകുമ്പോൾ sin 2 തീറ്റ 1 ആയിരിക്കും. അപ്പോൾ 2 തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ തീറ്റ എത്ര വരും? തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ തീറ്റ 45 ഡിഗ്രി വരും. അപ്പോൾ ദെൻ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി വിൽ ബി മാക്സിമം ഫോർ റൊട്ടേഷൻ ഓഫ് എത്ര കിട്ടി? 45 ഡിഗ്രി. നെക്സ്റ്റ്, an object is placed in a medium of refractive index 3. Electromagnetic wave of intensity 6 × 10⁸ watt per meter square നോർമലി ഒരു ഒബ്ജക്റ്റിൽ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു. റേഡിയേഷൻ പ്രഷർ, സ്പീഡ് ഓഫ് ലൈറ്റ്, ഫ്രീ സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. അപ്പോൾ n × v എന്ന് പറയുന്നത് c ആയിരിക്കും. അപ്പോൾ മീഡിയത്തിലെ സ്പീഡ് v എന്ന് പറയുന്നത് c/n ആയിരിക്കും. അപ്പോൾ ഇത് റേഡിയേഷൻ പ്രഷർ ഇൻ ഫ്രീ സ്പേസ് ആണെങ്കിൽ I/c ആണ്. അപ്പോൾ ഇവിടെ റേഡിയേഷൻ പ്രഷർ ഇൻ മീഡിയം വരുമ്പോൾ അത് ഇൻറ്റൻസിറ്റി ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു അത് I/v യുടെ സ്ഥലത്ത് c/n എന്ന് വരും. അപ്പോൾ ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു I/c എന്ന് വരും. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3 ആണ്. ഇൻറ്റു I എന്ന് പറയുന്നത് 6 × 10⁸ ആണ്. 6 × 10⁸ ബൈ ഇവിടെ 3 × 10⁸ എന്ന് വരും. അപ്പോൾ ഈ 3 പോകുമ്പോൾ നമുക്കിവിടെ 6 എന്ന് കിട്ടും. അപ്പോൾ 6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, Nm (m²-2). ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 6 Nm(m²-2). നെക്സ്റ്റ്, given below are two statements, one is labeled as assertion and other is labeled as reason.
വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഓൺ മൂവിങ് എ പോസിറ്റീവ് ചാർജ് ഓൺ ആൻ ഇക്വൽ പൊട്ടൻഷ്യൽ സർഫസ് ഈ 0. ഒരു പോസിറ്റീവ് ചാർജ് ഒരു ഇക്വൽ പൊട്ടൻഷ്യൽ സർഫസിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് 0 ആണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇക്വൽ പൊട്ടൻഷ്യൽ സർഫസ്. അത് ശരിയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇലക്ട്രിക്കൽ ഫോഴ്സും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുമ്പോൾ വർക്ക് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അസർഷൻ ശരിയാണ്, റീസണും ശരിയാണ്. ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. അപ്പോൾ ഇവിടെ അസർഷൻ ആർ കറക്റ്റ് ആൻഡ് ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 4 തന്നെ കൊടുക്കാം. 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, എ ഹെവി അയൺ ബാർ ഓഫ് വെയ്റ്റ് 12 kilogram ഈസ് ഹാവിങ് one end on ground ആൻഡ് അതർ end on the shoulder of a man. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിച്ചിരിക്കുന്നത് ദ റോഡ് മേക്ക് ആൻ ആംഗിൾ 60 degree വിത്ത് ഹൊറിസോണ്ടലാണ്. അപ്പോൾ റോഡ് അപ്പോൾ ഈ ഷോൾഡറുമായിട്ട് ഇവിടെ ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഷോൾഡറുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ നോർമൽ ഫോഴ്സ് ഇതായിരിക്കും. അയാളുടെ ഷോൾഡറിലേക്ക് വരുമ്പോൾ നോർമൽ അയാളിലേക്ക് ഉള്ള നോർമൽ ഇങ്ങോട്ടും തിരിച്ച് ആ പോയിന്റിൽ നിന്ന് തിരിച്ചുള്ള നോർമൽ ഇങ്ങോട്ടും വരും. ഇത് റോഡിൻ്റെ വെയിറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്ട് ചെയ്യും. ഈ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിലെ നോർമൽ ഇങ്ങനെ ആക്ട് ചെയ്യും. ഇതിനെ നമുക്ക് N1 എന്ന് വിളിക്കാം. ഈ N2 ആണ് നമുക്ക് വേണ്ടത്. N2 ഇതിൻ്റെ വെയിറ്റ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഇങ്ങനെ ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഇയാളുടെ ഷോൾഡർ ഇവിടെ ഇയാളിൻ്റെ ഷോൾഡർ ഇവിടെ ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 60 ഡിഗ്രിയിലാണ്, ഹൊറിസോണ്ടലിൽ നിന്ന് 60 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇവിടെ ആളിവിടെ ഉണ്ട്, ആളിൻ്റെ ഷോൾഡറിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ തരിക. അപ്പോൾ നമുക്ക് വെയിറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ മാൻ ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ പോയിൻറ്റിന് അബൌട്ടായിട്ട് നമ്മൾ ടോർക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ഡൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റിൽ ടോർക്ക് എടുക്കും. ഇത് ഇത്ര L/2 ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 cos 60 ആയിരിക്കും. L/2 cos 60. ഇനി N2 നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം L ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോർക്ക് എടുക്കുന്ന സമയത്ത് N1 ഇവിടെ ടോർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഓഫ് ദ റോഡ് mg അത് 12 കിലോഗ്രാമാണ്. അപ്പോൾ mg ഇൻറ്റു അത് റോഡിൻ്റെ വെയിറ്റ് ആണ്. mg ഇൻറ്റു എന്താ ഈ പോയിൻറ്റിന് അബൌട്ടായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L/2 cos 60. അപ്പോൾ mgയുടെ ടോർക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് R ക്രോസ് F എടുക്കുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ N2 ഉണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ mg ഉണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ടോർക്ക് ഈസ് ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് ആവണം. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ R ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഇവിടെ R ക്രോസ് F ആക്സിയലി ഔട്ടാണ്. ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ആക്സിയലി ഇൻവേർഡ് ആണ്. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് ആണെങ്കിൽ ഈ പറയുന്ന ഇത് ക്ലോക്ക് വൈസ് ടോർക്ക് ആണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കാണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയിരിക്കണം, എങ്കിൽ ഇത് ഇക്വിലിബ്രിയത്തിൽ വരത്തുള്ളൂ. അപ്പോൾ N2 × L എന്ന് വരും. ഇവിടെ നിന്ന് ഒരു എല്ലും കട്ടായി. ഈ N2 ആണ് നമുക്ക് വേണ്ട എന്ത്, ഈ mg റോഡിൻ്റെ വെയിറ്റ് ആണ്. അത് 12 കിലോഗ്രാമാണ്. അപ്പോൾ ഇവിടെ 120 വരും. അപ്പോൾ 120 / 2 ഇൻറ്റു cos 60 അതാണ് N2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 60 / 2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു N2. അപ്പോൾ അയാളിലേക്ക് വരുന്ന നോർമൽ എന്ന് പറഞ്ഞാൽ 60 / 2 ആണ്. അപ്പോൾ N2 എന്ന് പറയുന്നത് 30 ന്യൂട്ടൺ വരും. 30 ന്യൂട്ടൺ അത് കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ ഒരു G കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് N2 ഈസ് ഈക്വൽ ടു 3 കിലോഗ്രാം. അപ്പോൾ 3 കിലോഗ്രാം വെയിറ്റ് ആയിരിക്കും ആ ഷോൾഡറിലേക്ക് വരുന്ന ഇയാളിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് N2 30 ന്യൂട്ടൺ ഇങ്ങോട്ട് കിട്ടിയാൽ തിരിച്ച് ഇങ്ങോട്ടും 30 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ദ വെയിറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ മാൻ എന്ന് പറയുന്നത് 3 കിലോഗ്രാമാണ്. 3 കിലോഗ്രാം. നെക്സ്റ്റ്, എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഇൻ എ ഫിക്സഡ് ടാർഗറ്റ് ലോസസ് 1/3 ഓഫ് ഇറ്റ്സ് വെലോസിറ്റി. ലോസസ് 1/3 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെയുള്ള വെലോസിറ്റി u ആണെങ്കിൽ അത് ലോസ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് u - u/3 ആയിരിക്കും. ആഫ്റ്റർ ട്രാവലിംഗ് 4 സെൻറ്റിമീറ്റർ ഇറ്റ് പെനട്രേറ്റ് ഫർദർ d × 10⁻³ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഡിയുടെ വില എത്രയെന്നാണ് ചോദ്യം.
അപ്പോൾ ഒന്നീ നമുക്ക് വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2S എന്ന് എടുക്കാം. ആദ്യത്തെ ബോഡിയിൽ 1/3 വെലോസിറ്റി ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ സ്പീഡ് V ആണെങ്കിൽ 1/3 ലോസ് ചെയ്യുമ്പോൾ U മൈനസ് U/3 അത് 2U/3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി 1/3 ലോസ് ചെയ്യുമ്പോൾ 2U/3 വിച്ച് ഈസ് ഈക്വൽ ടു U സ്ക്വയർ. ഇവിടെ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് മൈനസ് കൊടുക്കാം. 2 ഇൻറ്റു അവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അവിടെ ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് 4 സെൻറ്റിമീറ്ററാണ്, 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 4 ഇൻറ്റു 10⁻⁻² എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റു 4 ഇൻറ്റു 10⁻⁻². അപ്പോൾ ഇവിടെ 4U സ്ക്വയർ ഡിവൈഡഡ് ബൈ 9, 4U സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു U സ്ക്വയർ മൈനസ് 8A ഇൻറ്റു 10⁻⁻². ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 4U സ്ക്വയർ ബൈ 9, 4U സ്ക്വയർ ബൈ 9 മൈനസ് U സ്ക്വയർ. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 4U സ്ക്വയർ മൈനസ് 9U സ്ക്വയർ. അപ്പോൾ മൈനസ് 5U സ്ക്വയർ ബൈ 9 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 8 ഇൻറ്റു റിട്ടാർഡേഷൻ ഇൻറ്റു 10⁻². ഇവിടെ റിട്ടാർഡേഷൻ സെയിം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, ഇക്വേഷൻ നമ്പർ 1. അടുത്ത രണ്ടാമത്തെ കേസിൽ 1/3 വെലോസിറ്റി ലോസ് ചെയ്തിട്ട് അടുത്ത ഇനിഷ്യൽ സ്പീഡ് വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്? ബിഫോർ കമ്മിങ് ടു റെസ്റ്റിലേക്ക് വരുമ്പോൾ അടുത്ത കേസിൽ നെക്സ്റ്റ് കേസിൽ V എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്ത U എന്ന് പറയുന്നത് ഈ 2U/3 ആണ്, 2U/3 ആണ്, 2/2². പിന്നെ റിട്ടാർഡേഷൻ -2 ഇൻറ്റു അടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫർദർ കമ്മിങ് ടു ഡിസ്റ്റൻസ് D ഇൻറ്റു 10⁻³ ആണ്. അപ്പോൾ അവിടെ നമുക്കതൊരു S' എന്ന് വിളിക്കാം. അത് ക്വസ്റ്റ്യനിൽ D ഇൻറ്റു 10⁻³ എന്നാണ്. അപ്പോൾ ഇതിപ്പുറത്ത് വരുമ്പോൾ 2 ഇൻറ്റു A ഇൻറ്റു S' ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 4U സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടി. 4U സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടി. ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ 8A ഇൻറ്റു 10⁻⁻² ഈസ് ഈക്വൽ ടു 5U സ്ക്വയർ ബൈ 9 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേൽ 8A ഇൻറ്റു 10⁻⁻² വിച്ച് ഈസ് ഈക്വൽ ടു 5U സ്ക്വയർ ബൈ 9. അടുത്തതിൽ നമുക്ക് 2 ഇൻറ്റു A ഇൻറ്റു S' വിച്ച് ഈസ് ഈക്വൽ ടു 4U സ്ക്വയർ ബൈ 9. ഇക്വേഷൻ 1/2. ഇപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 2/1 എടുക്കാം. അപ്പോൾ S' ഡിവൈഡഡ് ബൈ ഇവിടെ 2A/8, 2/8/4 അല്ലേ? അപ്പോൾ S' ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻⁻² വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 4U സ്ക്വയർ ബൈ 9 പിന്നെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9/5U സ്ക്വയർ. U സ്ക്വയർ വെട്ടിപ്പോൾ ഇത് പോയി. അപ്പോൾ 4/5 എന്ന് കിട്ടി. 4 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. അപ്പോൾ S' വില എത്ര കിട്ടി? 5S' ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 10⁻⁻² എന്ന് കിട്ടി. അപ്പോൾ S' വില 16 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. അപ്പോൾ ഇത് 3.2 ഇൻറ്റു 10⁻⁻² എന്ന് കിട്ടി. 3.2 ഇൻറ്റു 10⁻⁻². അപ്പോൾ D ഇൻറ്റു ഇതാണ്. അപ്പോൾ 10⁻⁻³ ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് 32 എന്ന് വരും. അപ്പോൾ ഇത് 32 ഇൻറ്റു 10⁻⁻³ എന്ന് വരും. അപ്പോൾ ഇവിടെ വരുന്നത് 32 ആണ്. അപ്പോൾ ഇതിന് ആൻസർ ഇല്ല. 32 ഇൻറ്റു 10⁻⁻³ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 32 ഇൻറ്റു 10⁻⁻³. 32 ഇൻറ്റു 10⁻⁻³. 32 ഇൻറ്റു 10⁻⁻³. Next. The magnetic field at the center of a wire loop formed by two semicircular wire. രണ്ട് സെമിസർക്കുലർ വയറാണ്. കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ സബ്സ്റ്റൻറ്റ് ചെയ്യപ്പെടുന്നത് 180 ഡിഗ്രിയിലാണ്. അപ്പോൾ ഒന്ന് R1 2π മീറ്റർ, R2 4π മീറ്റർ ക്യാരിങ് കറണ്ട് ആസ് പെർ ഗിവൺ വേല. അപ്പോൾ ഇതിനകത്ത് കറണ്ട് നമുക്ക് ഇങ്ങനെ
ഇങ്ങനെ കറണ്ട് പോകുന്നത്. അപ്പോൾ I1 എന്ന് പറയുന്ന 4 ആംപിയർ ആണ്. ആസ് പെർ ഫിഗർ I മൊത്തം കറണ്ട് 4 ആംപിയർ ആണ് പോകുന്നത്. അപ്പോൾ ഇത് ആൽഫ ഇൻറ്റു 10⁻⁷ ടെസ്ല. ദ വാല്യൂ ഓഫ് ആൽഫ O ഈസ് ദ കോമൺ സെൻറ്റർ ഫോർ ആൾ സെഗ്മെൻറ്റ്. അപ്പോൾ ഈ സ്ട്രൈറ്റ് വയർ ഇവിടെ ഫീൽഡ് ഉണ്ടാക്കത്തില്ല, ഇതും ഫീൽഡ് ഉണ്ടാക്കത്തില്ല. അപ്പോൾ ആദ്യത്തെ ചെറിയ ആർക്ക് ഉണ്ടാക്കുന്ന ഫീൽഡ് ഡ്യൂ ടു സ്മോൾ ആർക്ക് നമുക്ക് μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു I ഡിവൈഡഡ് ബൈ അതിൻ്റെ റേഡിയസ് R1 I ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു ആംഗിൾ സബ്സ്റ്റൻഡഡ് പൈ. അപ്പോൾ ഇത് ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് പേപ്പർ, ഇൻറ്റു ദ പ്ലെയിൻ. രണ്ടാമത്തെ ഉണ്ടാക്കുന്നത് B2 ഈസ് ഈക്വൽ ടു അത് μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു I ഡിവൈഡഡ് ബൈ R2. കറണ്ട് സെയിം ആണ്. I ഡിവൈഡഡ് ബൈ R2 ഇൻറ്റു പൈ, അതും ഇൻറ്റു ദ പ്ലെയിൻ. ഇപ്പോൾ രണ്ട് ഫീൽഡും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് B നെറ്റ് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ μ0 I ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു μ0 I പൈ ഇൻറ്റു 4π ഇൻറ്റു 1/R1 പ്ലസ് 1/R2 1/R1 പ്ലസ് 1/R2. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ ഒരു പൈയും ഈ ഒരു പൈയും ക്യാൻസലായി. അപ്പോൾ നമുക്ക് μ0 I/4 ഇൻറ്റു μ0 I/4 ഉണ്ട്. അപ്പോൾ B നെറ്റ് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? B നെറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു μ0 I/4 ഇൻറ്റു μ0 I ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1/R1. 1/R1 എന്ന് പറയുന്നത് 1/2π 1/2π പ്ലസ് 1/R2 എന്ന് പറയുന്നത് 1/4π 1/4π അല്ലേ. ഇനി μ0 എന്ന് പറയുന്നത് 4π ഇൻറ്റു 10⁻⁷ ആണ്. ഇൻറ്റു I എന്ന് പറയുന്നത് 4 ആണ്. ഡിവൈഡഡ് ബൈ താഴെ 4 ആണ്. ഇൻറ്റു ഇവിടെ LCM എടുക്കുമ്പോൾ 4π പ്ലസ് 2π ഡിവൈഡഡ് ബൈ താഴെ ഒരു 8π² വരും. 8π². ഇനി നമുക്കിത് എന്തോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ 4ഉം ഈ 4ഉം കട്ടായി. അപ്പോൾ 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു 6π ഡിവൈഡഡ് ബൈ 8π². അപ്പോൾ ഇതിനകത്ത് ഈ π² കട്ടായി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 4ഉം ഇവിടെ 2 വെട്ടി 2 ആയി. അപ്പോൾ 6/2 ആയി. അപ്പോൾ 3 ഇൻറ്റു 10⁻⁷ എന്ന് കിട്ടി. 3 ഇൻറ്റു 10⁻⁷ ടെസ്ല എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് ആർക്കിലൂടെ ഇപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് പോയാലും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് പോയാലും ഈ കറണ്ട് ഇങ്ങനെ ലൂപ്പ് ഔട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷനും ഇവിടെ ഫീൽഡില്ല, ഇതിനുമില്ല. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫീൽഡ് നമ്മൾ ഈ രണ്ട് സെഗ്മെൻറ്റേയും ഫീൽഡ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ ഇൻറ്റു 10⁻⁷ ആൽഫ എന്ന് പറയുന്ന വാല്യൂ വന്നിരിക്കുന്നത് 3 ആണ്. 3 ഇൻറ്റു 10⁻⁷ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 3 ആണ്. നെക്സ്റ്റ്, 2 charges of -4 microcoulomb and +4 microcoulomb placed at 104. ഇപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ചാർജ് -4 മൈക്രോകൂളം. ഈ -4 മൈക്രോകൂളം അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 104. അപ്പോൾ ഇവിടെയാണ് എ എന്ന് പറയുന്ന ലൊക്കേഷൻ. അടുത്ത ബിയുടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വരുമ്പോൾ അത് 2 -1 5. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലൊക്കേറ്റഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് 0.2 I വോൾട്ട് പെർ സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0.2 വോൾട്ട് പെർ സെൻറ്റിമീറ്റർ ആണ്. I ക്യാപ്പ് വോൾട്ട് പെർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 10⁻⁻² വരും. അപ്പോൾ 2 ഇൻറ്റു 10⁻⁻1 ഇൻറ്റു 10⁻² വരും. അപ്പോൾ 20 വോൾട്ട് പെർ മീറ്റർ I ക്യാപ്പാണ് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് വേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ആക്ടിങ് ഓൺ ദ ഡൈപോൾ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക്. അപ്പോൾ P ക്രോസ് C എടുക്കണം. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് P എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ് ആണ്. ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. Q ഇൻറ്റു L ആണ്. P = അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ L നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L = ഇതിൻ്റെ സെപ്പറേഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ L = I, അടുത്ത -1 0 -j, അടുത്ത 5 - 4 +k.
ഇതായിരിക്കും ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചാർജ് എന്ന് പറയുന്ന 4 മൈക്രോ കൂളമാണ്. അപ്പോൾ 4 മൈക്രോ കൂളമിൻ്റെ അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് പി എന്ന് പറയുന്നത് 4 × 10⁻⁻6 ഇൻറ്റു ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ I - J + K. ഇതാണ് ഡൈപോൾ മൊമെൻറ്റ്. ഇനി P × E എടുക്കുക. അപ്പോൾ ഇത് 4I - 4J + 4K ഇൻറ്റു 10⁻⁻6 കൂളോമീറ്റർ അല്ലേ? കൂളോമീറ്റർ ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റായി. ഇനി ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ക്രോസ് ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡ് 20 V/m I ക്യാപ്പാണ്. അപ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു വെക്റ്റർ P × E. അപ്പോൾ P × E എടുക്കുമ്പോൾ 4I - 4J + 4K ഇൻറ്റു 10⁻⁻6 ക്രോസ് 20 I ക്യാപ്പ്. അപ്പോൾ നമുക്ക് I × I 0 ആവും. അപ്പോൾ ഈ ടൈം 0 ആയി. പിന്നെ ഉള്ള 4 × 20 18 -6 അപ്പോൾ 18K + 18J K × I J അല്ലേ? J. പിന്നെ പുറത്തൊരു -6 കിടപ്പുണ്ട് 10⁻⁻6. അപ്പോൾ ഇത് 8K 8 × 10⁻1 K ക്യാപ്പ് പ്ലസ് 8 × 10⁻1 J ക്യാപ്പ് ഇൻറ്റു 10⁻⁻6. അപ്പോൾ ഇവിടെ ഒരു 10⁻1 പുറത്തെടുക്കുമ്പോൾ ഒരു -5 വരും. അപ്പോൾ 8K പ്ലസ് ഇതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 8√2 വരും. പവർ 1ഉം ഇതും കൂടെ ചേരുമ്പോൾ -5 വരും. ഇത്രയും ന്യൂട്ടൺ മീറ്റർ വരും ടോർക്ക്. ഇനി ഓപ്ഷൻ നോക്കുമ്പോൾ 8√2 10⁻⁻5. അപ്പോൾ 8 × √α വരുമ്പോൾ അവിടെ 2 വരും. അപ്പോൾ 8√2 ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഇൻറ്റീജർ വരുന്ന ഈ സംഭവമാണ് 8√2. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ആക്ടിങ് ഓൺ ദ ടോപ്പ് ഈസ് 8√α × 10⁻⁻5 ടോർക്കിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. സോ അവർ ആൻസർ ഈസ് ഈക്വൽ ടു ഇവിടെ 2 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ക്ലോസ്ഡ് ഓർഗൺ പൈപ്പ് അതിൻ്റെ ലെങ്ത് 150 cm ആണ്. ലോങ് ഗീവ് 7 beats/s വിത്ത് ഓപ്പൺ പൈപ്പ്. അപ്പോൾ ഓപ്പൺ പൈപ്പ് 380 cm ആണ്. ബോത്ത് വൈബ്രേറ്റിംഗ് ഇൻ ഫണ്ടമെൻ്റൽ മോഡ്. അപ്പോൾ ഫണ്ടമെൻ്റൽ മോഡിൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് ബൈ 4 × ലെങ്ത് ഓഫ് ക്ലോസ്ഡ് പൈപ്പ്. ഇനി ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ദാറ്റ് എയർ കോളം ഇൻ ദ പൈപ്പ് ഡിവൈഡഡ് ബൈ 2 × ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ്. ഇനി രണ്ടുപേരുടെ ലെങ്ത് 2 ആണ്. അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസീൻ്റെ ഡിഫറൻസ് എടുക്കാം. അപ്പോൾ ബീറ്റ് എടുക്കുമ്പോൾ മോഡുലസ് അങ്ങ് എടുക്കുകയാണ് FC - FO. ഇതിലേതാണ് വലുതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ 7 ബീറ്റ് കിട്ടും. ഞാൻ മോഡ് FC - FA എന്ന് പറയുന്നത് V/4LC - V/2 × LO എന്ന് കിട്ടി. ഇത് 7 എന്ന് എനിക്കറിയാം. അപ്പോൾ ബീറ്റ് 7 എന്ന് എഴുതി. 7 ഈസ് ഈക്വൽ ടു V പുറത്തെടുത്തു. V 1/4 × നമുക്ക് ക്ലോസ്ഡ് പൈപ്പിൻ്റെ ലെങ്ത് 180 cm ആണ്. അപ്പോൾ 180 × 10⁻2 മൈനസ് 1/2 × ഓപ്പൺ പൈപ്പിൻ്റെ ലെങ്ത് എത്രയാണ്? ഓപ്പൺ പൈപ്പിൻ്റെ ലെങ്ത് 350 cm ആണ്. 350 cm 350 × 10⁻2 കിട്ടി. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇവിടെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 7 ഈസ് ഈക്വൽ ടു V × ഇത് മുകളിൽ പോയി കഴിഞ്ഞാൽ 100 ആവില്ലേ? 100 / 4 ×
150 minus 100 divided by 2 into 350 അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 10 by 7 is equal to V into 10 divided by 16 minus 10 divided by 17 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 1/6 minus 1/7 എന്ന് കിട്ടി. 1/6 minus 1/7. അപ്പോൾ 7 is equal to V into 1/6 minus 1/7 അല്ലേ. ഞാൻ കിട്ടി. ഇപ്പോൾ ഇത് 7 minus 1, അപ്പോൾ 7 is equal to V into 7 minus 6 1/42. അപ്പോൾ 42 into 7 ആയിരിക്കും. 42 into 7 is equal to V. 42 into 7 വരുമ്പോൾ അത് 294 എന്ന് വരും അല്ലേ. 42 into 7 എന്ന് പറയുന്നത് 294 എന്ന് വരും. 294 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സൗണ്ടിൻ്റെ വെലോസിറ്റി ഇവിടെ വരുന്നത് 294 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ പൈപ്പിൻ്റെയും ക്ലോസ്ഡ് പൈപ്പിൻ്റെയും ഡയറക്റ്റ് ഇക്വേഷൻ എഴുതിയിട്ട് അതിന് ബീറ്റിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി വിറ്റ് വിൽ പ്രൊഡ്യൂസ് ദ ബീറ്റിൻ്റെ എണ്ണം ബീറ്റ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ് 7 ആണ്. നമ്പർ ഓഫ് ബീറ്റ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 294 ആണ്. അടുത്തത്, എ ബോഡി falling under gravity covers 2 point A and B separated by 80 meter in 2 seconds. ഇപ്പോൾ എയും ബിയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 80 മീറ്റർ അകലം. അപ്പോൾ എക്കും ബിക്കും ഇടയിൽ 80 മീറ്റർ സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ എക്കും ബിക്കും ഇടയിൽ 80 മീറ്റർ സെപ്പറേഷൻ ഉണ്ട്. ഈ 80 മീറ്റർ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ബോഡി കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. 2 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യും. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് അപ്പർ പോയിൻ്റ് എ ഫ്രം സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അപ്പോൾ ഇതെവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ ഒറിജിൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് അപ്പർ പോയിൻ്റ് എ ആണ്. ഫ്രം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എത്ര മീറ്ററാണ്, അപ്പോൾ ഈ ദൂരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ബോഡിക്ക് ഒരു വെലോസിറ്റി ഉണ്ട്. ഈ വെലോസിറ്റി നമുക്ക് V1 എന്ന് വിളിക്കാം. ഇവിടെ അത് റിലീസ് ചെയ്യുമ്പോൾ ഇത് 0 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ബോഡിയെ സംബന്ധിച്ചിടത്തോളം 2 സെക്കൻഡ് കൊണ്ട് ഈ ബോഡി ഇവിടെ എത്തുന്നുണ്ട്, ഈ ഒരു പോയിൻ്റ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 80 മീറ്റർ പാസ് ചെയ്യാൻ ബോഡി എടുക്കുന്നത് 2 സെക്കൻഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതി ഇത് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുമ്പോൾ ഇവിടെ S ഈസ് ഈക്വൽ ടു ഫ്രം A to B, A മുതൽ B വരെ ഞാൻ കൈനമാറ്റിക് ഇക്വേഷൻ എഴുതുകയാണ്. A to B. അവിടെ ഞാൻ S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ y ഡയറക്ഷനിൽ എഴുതുകയാണ്. ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. അവിടെ എസ് എന്ന് പറയുന്നത് ഡൗൺ ഡയറക്ഷനാണ്. അവിടുത്തെ യു എന്ന് പറയുന്നത് V1 ആണ്, ഡൗൺ ഡയറക്ഷനാണ്. എ എന്ന് പറയുന്നത് ഡൗൺ ഡയറക്ഷനാണ്, ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ -8 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, -V1t മൈനസ് ഹാഫ് GT സ്ക്വയർ എന്ന് കിട്ടി. മൈനസ് ഹാഫ് GT സ്ക്വയർ, G10 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, GT സ്ക്വയർ. അപ്പോൾ -8 ഈസ് ഈക്വൽ ടു -V1 ഇൻറ്റു T 2 സെക്കൻഡാണ് 2 മൈനസ് 10/2 5 ഇൻറ്റു T സ്ക്വയർ 4. അപ്പോൾ നമുക്കിവിടെ 80 ഈസ് ഈക്വൽ ടു -80 ഈസ് ഈക്വൽ ടു -2V1 -20. ഇതിപ്പുറത്ത് വരുമ്പോൾ -60 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, -2V1 എന്ന് കിട്ടി. അപ്പോൾ ഇത് താഴേക്ക് വരുന്ന സ്പീഡ് V1 30 എന്ന് കിട്ടി. അപ്പോൾ 20 മീറ്റർ കൊണ്ട് 80 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ്, ഇവിടുത്തെ ഈ സ്പീഡ് V1 എന്ന് പറയുന്നത് 30 കിട്ടി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് 30 ആണ് സ്പീഡ്, ഡൗൺ ഡയറക്ഷനാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് S ഡാഷ് അല്ലെങ്കിൽ X എന്ന് വിളിക്കാം, അല്ലെങ്കിൽ S എന്ന് വിളിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ഇക്വേഷൻ എഴുതുമ്പോൾ അടുത്ത തേർഡ് ഇക്വേഷൻ എഴുതാണ് V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2S എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാം. അപ്പോൾ അടുത്ത V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2S എഴുതാം. U സ്ക്വയർ പ്ലസ് 2S ആണ്. അപ്പോൾ ഏഴ് ടോപ്പിൽ നിന്ന് ആ B വരെ വരുമ്പോൾ ഇതിവിടെ V1 ആണ്, അവിടുത്തെ V ആണ്. ഈ V താഴേക്കാണ്, ഈ U എന്ന് പറയുന്ന 0 ആണ്, A എന്ന് പറയുന്ന താഴേക്കാണ്, S താഴേക്കാണ്.
അപ്പോൾ നമുക്കിത് മൈനസ് ആണ്, അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആയി. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് രണ്ടും മൈനസ് ആണ്, അപ്പോൾ 2 ഇൻറ്റു ജി ഇൻറ്റു എസ് എന്നായി. അപ്പോൾ ആ എസിൻ്റെ വില എന്ന് പറയുന്നത് എന്തായിരിക്കും? വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ആയിരിക്കും. വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. ആ വി എന്ന് പറയുന്നത് ഈ V1 ആണ്. അപ്പോൾ ഇത് 30 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജിയുടെ വില 10 ആണ്. അപ്പോൾ ഈ 0 വെട്ടിപ്പോയി. പിന്നെ 30/2, അപ്പോൾ ഇവിടെ 90 ഡിവൈഡഡ് ബൈ 2 45 എന്ന് കിട്ടും. 45. അപ്പോൾ ഈ ബോഡി മുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഡിസ്റ്റൻസ് 45 മീറ്ററാണ്. അപ്പോൾ നമ്മുടെ ഇൻറ്റീജർ വന്നിരിക്കുന്നത് 45 ആണ്. 45. സോ ദിസ് ആൻസർ ഈസ് ഈക്വൽ ടു 45. 45 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റീഡിംഗ് ഓഫ് പ്രഷർ മീറ്റർ അറ്റാച്ച്ഡ് വിത്ത് എ ക്ലോസ്ഡ് പൈപ്പ് 4.5 ആണ്. ഓൺ ഓപ്പണിംഗ് ദ വാൾവ്, പെട്ടെന്ന് വാൾവ് ഓപ്പൺ ചെയ്തപ്പോൾ വാട്ടർ ഫ്ലോ ചെയ്തു. അപ്പോൾ റീഡിംഗ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁴ മാറി. അപ്പോൾ ഇനിഷ്യലി വാട്ടർ സ്പീഡ് 0 ആണ്. ദ വെലോസിറ്റി ഓഫ് വാട്ടർ ഫൗണ്ട് ടു ബി √V m/s. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ V. അപ്പോൾ ഇവിടെ പ്രഷർ ഡിഫറൻസ് ∆P എന്ന് പറയുന്നത് ഈസ് കൺവേർട്ടഡ് ടു ½ ഇൻറ്റു ρ ഇൻറ്റു V സ്ക്വയർ. പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ അത് 4.5 ഇൻറ്റു 10⁴ P1 മൈനസ് P2, അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് എടുത്താൽ മതി. -2 ഇൻറ്റു 10⁴, വിച്ച് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ആണ് ഇൻറ്റു V സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 1.5, 4.5 മൈനസ് 2, ഇവിടെ 2.5 അല്ലേ. 2.5 ഇൻറ്റു 10⁴, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 10⁻³ ഇൻറ്റു V സ്ക്വയർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ആയി. ഇവിടെ ഒരു 10⁻³ 10⁻⁴ പോയി. അപ്പോൾ 5 ഇൻറ്റു 10 ആയി, വിച്ച് ഈസ് ഈക്വൽ ടു V സ്ക്വയർ. അപ്പോൾ V സ്ക്വയറിൻ്റെ വില 50 എന്ന് കിട്ടി. അപ്പോൾ V എത്ര കിട്ടി? V ഈസ് ഈക്വൽ ടു √50 എന്ന് കിട്ടി, m/s. അപ്പോൾ ഇവിടെ V എന്ന് പറയുന്നത് √50 എന്ന് കിട്ടി. അപ്പോൾ റൂട്ടിനകത്തുള്ള √V m/s ആണ്. √V. അപ്പോൾ √V. വാട്ടർ ഈസ് ഫൗണ്ട് ടു ബി ഈസ് ഈക്വൽ ടു √V. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന √V എന്ന് പറയുന്നത്, ഇവിടെ ആ വെലോസിറ്റി എന്ന് പറയുന്ന റൂട്ട് ഓഫ് സെർട്ടൻ വാല്യൂ 50. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ V എന്ന് പറയുന്നതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ V എന്ന് പറയുന്നത് V സ്ക്വയർ 50 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടി √50. ആ അകത്ത് എഴുതിയിരിക്കുന്ന ഒരു 50 എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. 50. അപ്പോൾ ഇവിടെ അവരെ സ്പീഡിൻ്റെ എമൗണ്ടിനെയാണ് √V എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 50. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഈക്വൽ ടു 50. ഇവിടെ ചെറിയ ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. എ റിംഗ് ആൻഡ് സോൾഡ് സ്പിയർ റോൾ ഡൗൺ ദ സെയിം ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്തൗട്ട് സ്ലിപ്പിംഗ്. പ്യുവർ റോളിംഗ് ആണ്. ദേ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. രണ്ടുപേരും റെസ്റ്റിൽ നിന്നാണ് വരുന്നത്. റേഡിയോ ബോത്ത് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് റേഷ്യോ ഓഫ് ദെയർ കൈനറ്റിക് എനർജി. അപ്പോൾ ഓൾറെഡി കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ നമുക്ക് രണ്ട് ബോഡിയും ഒരേ ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ബോഡിയെ സംബന്ധിച്ചിടത്തോളം പ്യുവർ റോളിങ്ങിൽ അതിൻ്റെ എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് mgh ഈസ് ഈക്വൽ ടു ½ mv² പോകും. അപ്പോൾ ഇവിടെ രണ്ട് ബോഡിയുടെയും ആ ഒരു കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ടോട്ടൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ, അപ്പോൾ ഇവിടെ ടോട്ടൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ആണെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ mgh ഈസ് ഈക്വൽ ടു ½ ടോട്ടൽ കൈനറ്റിക് എനർജി. mgh ഈസ് ഈക്വൽ ടു അതിൻ്റെ എന്തിലേക്ക് പോകും? ടോട്ടൽ കൈനറ്റിക് എനർജിയിലേക്ക് പോകും. mgh ആയിരിക്കും ടോട്ടൽ കൈനറ്റിക് എനർജി. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ പൊട്ടൻഷ്യൽ രണ്ടും ഒരേ ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റിംഗ് എടുത്താലും കൈനറ്റിക് എനർജി ഓഫ് സോൾഡ് സ്പിയർ എടുത്താലും അത് ഈക്വൽ ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു അതെന്ത് വരും? 1 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 വരുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റിംഗ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് സ്പിയറും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 1 വരണമെങ്കിൽ ഈ x ഈസ് ഈക്വൽ ടു എന്ത് വരണം? 7 വരണം. പക്ഷേ ഇവിടെ പ്രശ്നം വെറുതെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഈ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ടോട്ടൽ ഈസ് ഈക്വൽ ടു
കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷനാണ്. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷനാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ അത് കൈനറ്റിക് എനർജി ടോട്ടൽ മൈനസ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ടോട്ടൽ എന്ന് പറയുന്നതിൽ നിന്ന് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ബോഡിയെ സംബന്ധിച്ച് അപ്പോൾ കൈനറ്റിക് എനർജി ടോട്ടൽ മൈനസ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഹാഫ് ഇൻറ്റു I ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഒമേഗയെ നമുക്ക് പ്യുവർ റോളിങ്ങിൽ വി സി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്ത് രണ്ട് ബോഡി രണ്ടാകുമ്പോൾ ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിഫറൻ്റ് ആയിരിക്കും, രണ്ടുപേർക്ക് ഐഡൻറ്റിക്കൽ ഏസ്. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാരിറ്റി ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ റോൾ ചെയ്യുമ്പോൾ ആ കൈനറ്റിക് എനർജി ടോട്ടൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ ആൻസർ ഇവിടെ 7 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിവിടെ ഓരോ ബോഡിയുടെ ഐ എടുത്തിട്ട് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് ഫസ്റ്റും കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് സെക്കൻഡും കൊടുത്താൽ അവിടെ ആൻസർ ഡിഫറൻ്റ് ആയിരിക്കും, അവിടെ 7 കിട്ടത്തില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കിവിടെ ഐയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ റിംഗ് ആണെങ്കിൽ റിങ്ങിൻ്റെ റെഗുലർ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അത് mr² ആണ്. രണ്ടുപേർക്കും ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിങ് സോൾഡ് സ്പിയർ ആണെങ്കിൽ അത് 2/5 mr² ആണ്. പിന്നെ പ്യുവർ റോളിങ്ങിൻ്റെ സമയത്ത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ലീനിയർ സ്പീഡ് വി സി ഈക്വൽ ടു ആർ ഒമേഗ ആയിരിക്കും. അപ്പോൾ ഒമേഗയ്ക്ക് പകരം നമുക്ക് V/R എടുക്കാൻ പറ്റും, V/R. പിന്നെ ഈ ബോഡിയുടെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ mgh ഈക്വൽ ടു ഹാഫ് mv² പോകുന്നത്. അപ്പോൾ ഈ ഷേപ്പിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഹാഫ് I ഒമേഗ² നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഓരോ ബോഡീനെയും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടോട്ടൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ ആൻസർ ഇവിടെ 7 വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ റേഷ്യോ കൈനറ്റിക് എനർജി ദ റേഡിയസ് ഓഫ് ബോത്ത് ആർ ഈക്വൽ. റേഷ്യോ കൈനറ്റിക് എനർജി 7/x. അപ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് റിങ്ങും ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ഡിസ്കും സെപ്പറേറ്റ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതിന് ആൻസർ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നം ക്വസ്റ്റ്യനുണ്ട്. അടുത്തത് എ പാരൽ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെന്ത് 5000 ആങ്സ്ട്രോം ഇൻസിഡൻറ്റ് നോർമലി ഓൺ എ സിംഗിൾ നാരോ സ്ലൈറ്റ്. അതിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. ലൈറ്റ് ഫോക്കസ്ഡ് ബൈ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് അതിനെ ഫോക്കസ് ചെയ്യാണ്, ഡയറക്റ്റ് ഡിഫ്രാക്ഷൻ്റെ സംഭവം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓൺ ഈസ് ഫോക്കൽ പ്ലെയിൻ ഫസ്റ്റ് മിനിമ വിൽ ബി ഫോംഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് മിനിമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് മിനിമത്തിൻ്റെ കണ്ടീഷൻ അതിൻ്റെ എ സൈൻ തീറ്റ എന്ന് പറയുന്നത് n ലാംഡ, n1 എടുത്താൽ മതി ലാംഡ. ഇതാണ് ഫസ്റ്റ് മിനിമത്തിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ സൈൻ ഓഫ് തീറ്റ എന്ന് പറയുന്നത് ലാംഡ/a ആയിരിക്കും. ലാംഡ/a. ലാംഡ അവിടെ യൂസ് ചെയ്യുന്ന വേവ് ലെന്താണ്, അത് 5000 ആങ്സ്ട്രോം ആണ്. അപ്പോൾ 5000 × 10⁻⁻10 മീറ്റർ ബൈ അവിടുത്തെ സ്ലിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 10⁻³ × 10⁻³ മില്ലിമീറ്റർ അല്ലേ, -3. അപ്പോൾ മുകളിൽ 5 × 10⁻³ × 10⁻⁻10 ഡിവൈഡഡ് ബൈ 10⁻⁻6. അപ്പോൾ നമുക്കവിടെ കിട്ടിയിരിക്കുന്ന സൈൻ തീറ്റയുടെ വില എത്ര വരും? സൈൻ ഓഫ് തീറ്റ എന്ന് പറയുന്നത് 5 × 10⁻⁻7 × 10⁻⁶. അപ്പോൾ അതെത്ര കിട്ടി? 5 × 10⁻⁻1. അപ്പോൾ അത് 5/10 എന്ന് കിട്ടി. 5/10 അതല്ലേ 5 × 10⁻⁻1 എന്ന് വെച്ചാൽ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2ലേക്ക് വരുമ്പോൾ അത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. അപ്പോൾ ഇത് 30 ഡിഗ്രി എന്ന് വരും, 30 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി വരും. The first minimum will be formed for angle of diffraction 30 degree. 30 degree. 30 degree. Next. The electric potential at the surface of an atomic nucleus. An atomic nucleus in the surface of electric potential. അപ്പോൾ അത് നമ്മളൊരു സ്പെറിക്കൽ ബോഡി ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് K × ചാർജ് ഡിവൈഡഡ് ബൈ R എടുത്താൽ മതി, റേഡിയസ്. K എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. അപ്പോൾ K × ഇതിൻ്റെ ചാർജ് ZE എന്ന് എടുത്താൽ മതി ബൈ R.
കെയുടെ വില 1/4 epsilon 0 ആണ് കെ എന്ന് പറയുന്നത്. അത് 9 × 10⁹ ആണ്. അപ്പോൾ 9 × 10⁹ ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നത് 50 ആണ്. ഇൻറ്റു ഇ എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ആണ്. ഡിവൈഡഡ് ബൈ റേഡിയസ്. റേഡിയസ് 9 × 10⁻13 സെൻറ്റിമീറ്റർ. ഇവിടെ 10⁻² വരും. അപ്പോൾ ഇതിനകത്ത് ഈ 9ഉം ഈ 9ഉം ക്യാൻസലായി. അപ്പോൾ 5 × 15 × 1.6 × 10⁻⁻19. 13, 12, 15 മുകളിൽ വരുമ്പോൾ അത് +15. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 15 × 1.6. അപ്പോൾ ഇത് 80 × 10⁻15 മൈനസ് ഇവിടെ 9 അല്ലേ, ഇവിടെ ഒരു 9 ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ 10 അല്ലേ വരുന്നത്, -10 അല്ലേ, ഇവിടെ 5 വരും. അപ്പോൾ 18 × 10⁵5 എന്ന് വരും. അപ്പോൾ 8 × 10⁻6 എന്ന് വരും. അപ്പോൾ 8 × 10⁻6 എന്ന് വരും. അപ്പോൾ നമുക്കവിടെ ഓപ്ഷനിൽ തന്നെ തന്നിട്ടുണ്ട് × 10⁻6. സോ ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 8. നെക്സ്റ്റ്, റൈഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഈസ് ആർ ദ ലോങ്ങസ്റ്റ് വേവ് ലെന്ത് ഓഫ് റേഡിയേഷൻ ഓഫ് പാഷൻ സീരീസ്. ലോങ്ങസ്റ്റ് വേവ് ലെന്ത് എന്ന് പറഞ്ഞാൽ ആ സീരീസിലെ ഫസ്റ്റ് മെമ്പറാണ്. അപ്പോൾ പാഷൻ സീരീസിൽ ട്രാൻസിഷൻ നടക്കുന്ന ലോവർ ക്വാണ്ടം നമ്പർ 3-ലേക്കായിരിക്കും. ആണ് ലൈമാൻ, ബാൽമർ, പിന്നെ പാഷൻ വരും. ഹയർ നമ്പർ എന്ന് പറയുന്നത് N2 = 4, 5, 6 എക്സെട്ര ഇൻഫിനിറ്റി. ഇതാണ് ലോങ്ങസ്റ്റ് വേവ് ലെന്ത്. ഫസ്റ്റ് മെമ്പറാണ് അതിൻ്റെ ലോങ്ങസ്റ്റ് വേവ് ലെന്ത്. ഇപ്പോൾ വേവ് നമ്പർ 1/λ എഴുതുമ്പോൾ R(z²) ഉണ്ട്. R × z² z1 ആണ്, ഇൻറ്റു 1/n1², 1/9 - 1/16. അപ്പോൾ 1/λ = R × 1/9 - 1/16. ഇതൊന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് 1/λ = R × ഇവിടെ 16 - 9 ഡിവൈഡഡ് ബൈ 9 × 16. 9 × 16. അപ്പോൾ മുകളിൽ 5 വരും. 5R ബൈ താഴെ 16 × 10 160. അപ്പോൾ 16 കുറച്ച് 144. ഇപ്പോൾ തിരിച്ച് വേവ് ലെന്ത് ലാംഡ എഴുതുമ്പോൾ ഇത് 144 ഡിവൈഡഡ് ബൈ 5R എന്ന് വരും. ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 16/9 അല്ലേ, 7 അല്ലേ, 16, 9, 7 അല്ലേ, 7R. 7R. അപ്പോൾ 144 ഡിവൈഡഡ് ബൈ 7R എന്ന് തോന്നുന്നു. 140 ഡിവൈഡഡ് ബൈ 7R. അപ്പോൾ α/7R എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആൽഫ എന്ന് പറയുന്ന ഈ നമ്പർ ആയിരിക്കും 144. നെക്സ്റ്റ്, എ സീരീസ് LCR സർക്യൂട്ട് വിത്ത് ഇൻഡക്റ്റൻസ് 100/π mH, കപ്പാസിറ്റൻസ് 10/3 π ഫാരഡ്, റെസിസ്റ്റൻസ് 10 Ω, ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ RMS വാല്യൂ 220 വോൾട്ടും 50 ഹെർട്സുമാണ്. പവർ ഫാക്ടർ ഓഫ് സർക്യൂട്ട്. അപ്പോൾ പവർ ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ഇമ്പഡൻസ് വേണം. R/Z ആണ്. ഇപ്പോൾ പവർ ഫാക്ടർ cos φ എന്ന് പറയുന്നത് R ഡിവൈഡഡ് ബൈ ഇമ്പഡൻസ് ആണ്. ഇമ്പഡൻസ് Z എന്ന് പറയുന്നത് XL - XC (² + R² ആണ്. ഇപ്പോൾ ഇവിടെ ഇമ്പഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് XL എത്രയെന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ കപ്പാസിറ്റി റിയാക്റ്റൻസ് ആദ്യം നോക്കാം. XC എന്ന് പറയുന്നത് 1/C ഒമേഗയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/C × 2π × ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഇതിനകത്ത് ഫ്രീക്വൻസി 50 ഹെർട്സാണ്. C എന്ന് പറയുന്നത് 10⁻³ π. അപ്പോൾ 1/10⁻³ ഡിവൈഡഡ് ബൈ π ഇൻറ്റു 2π ഇൻറ്റു ഫ്രീക്വൻസി 50. അപ്പോൾ ഇവിടെ ഈ പൈയും കട്ടായിപ്പോയി. അപ്പോൾ ഇവിടെ 100 വരും. അപ്പോൾ ഇവിടെ 10⁻⁻1 വരും. അപ്പോൾ 1/10⁻⁻1. അപ്പോൾ 10 Ω എന്ന് കിട്ടി. 10 Ω.
അടുത്ത കപ്പാസിറ്ററേറ്റീവ് റിയാക്റ്റൻസ് പോലെ അടുത്ത എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. XL = L ഒമേഗ എന്ന് വരും. L ഒമേഗ എന്ന് വരുമ്പോൾ അത് L × 2πf എന്ന് വരും. L × 2πf. അപ്പോൾ ഇൻഡക്റ്റൻസ് 100/π മില്ലി ഹെൻറി. 100/π ഇൻറ്റു മില്ലി ഹെൻറി 10⁻³ ഇൻറ്റു 2 × π ഇൻറ്റു ഫ്രീക്വൻസി. ഫ്രീക്വൻസി 50 ആണ്. 50. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 10⁻² ഡിവൈഡഡ് ബൈ π ഇൻറ്റു 10⁻³ ഇൻറ്റു ഇവിടെ 100π വരും. 10⁻²π. ഈ പൈയും കട്ടായി. അപ്പോൾ 10⁻⁴. അപ്പോഴും 10 തന്നെ വന്നു. അപ്പോൾ ഈ സർക്യൂട്ടിൽ XL = XC എന്ന് കിട്ടി. XL = XC എന്ന് കിട്ടി. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് = കപ്പാസിറ്റൻസ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കൂ? ഇത് റെസൊണൻസിലാണ്. സർക്യൂട്ട് റെസൊണൻസിലാണ്. അപ്പോൾ റെസൊണൻസിലാവുമ്പോൾ R = XL - XC 0 ആയി പോകും. അപ്പോൾ ഇമ്പഡൻസ് റെസിസ്റ്റീവ് ആവും. അപ്പോൾ Z = R ആവും. അപ്പോൾ സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ cos φ = R/Z ആണ്. അപ്പോൾ ഇത് പ്യുവർലി റെസിസ്റ്റീവ് ആകുമ്പോൾ 1 ആവും. അപ്പോൾ പവർ ഫാക്ടറിൻ്റെ വില എത്രയാവും? 1 ആവും. അപ്പോൾ സർക്യൂട്ട് റെസൊണൻസിലായി കഴിഞ്ഞാൽ പവർ ഫാക്ടർ 1 ആവും, യൂണിറ്റി ആവും. അപ്പോൾ ഇതിനകത്ത് പവർ ഫാക്ടറിൻ്റെ വില 1 വരും. സോ ദ പവർ ഫാക്ടർ = 1 വരും. പവർ ഫാക്ടർ = യൂണിറ്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ JEE മെയിനിലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ ഈവനിങ്ങിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതിൽ 1-2 ക്വസ്റ്റ്യൻസിന് ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്. ഒന്ന് നമ്മുടെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വരുന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു അസർഷൻ റീസൺ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതാണ്. പിന്നെ വരുന്നത് ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ്, അതേ ടോട്ടൽ കൈനറ്റിക് എനർജി ആണോ എന്ന് കൃത്യമായി ട്രാൻസ്ലേഷൻ ആണെന്ന് മെൻഷൻ ചെയ്ത് നമുക്ക് അതിനനുസരിച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ടോട്ടൽ നോർമലി നമ്മളൊരു ബോഡി റോൾ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് എടുക്കുന്നത്. അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആൻസർ അവിടെ 7 ആണ് വരുന്നത്. പക്ഷേ അത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ 2 ബോഡി ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ താഴേക്ക് വരുന്ന സമയത്ത് ആ ബോഡിയുടെ ടോട്ടൽ എനർജിയിൽ നിന്ന് അതിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ 2 ബോഡിയും ഒരേ റേഡിയസ് ആണ്, പക്ഷേ 2 പേരും ഷേപ്പ് ഡിഫറൻ്റ് ആകും, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ 2 ബോഡിയുടെ ആ ട്രാൻസ്ലേഷണൽ പാർട്ട് ഓഫ് കൈനറ്റിക് എനർജി, ഇപ്പോൾ നമുക്ക് ഈ ടോട്ടൽ കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ ഒരു ബോഡി റോൾ ചെയ്യുന്ന സമയത്ത് ഈ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി. ടോട്ടൽ കൈനറ്റിക് എനർജിയിൽ ട്രാൻസ്ലേഷൻ പാർട്ട് എത്രയെന്നുണ്ട് അറിയാൻ വേണ്ടി നമ്മൾ 12 mv² ഡിവൈഡഡ് ബൈ 12 mv² ബീറ്റ് എടുക്കുന്നത് വിചാരിച്ചു, റോളിംഗ് ഫാക്ടർ ബീറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് 1/β എന്ന് വരും. 1/β എന്ന് വരും. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ബൈ ട്രാൻസ്ലേഷൻ ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി 1/β എന്ന് വരും. റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം റിങ്ങിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 1 + k² ആണ്. റിങ്ങിൻ്റെ ഗൈറേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയും ബീറ്റ എന്ന് പറയുന്നത് 1 + k² ആണ്. അപ്പോൾ റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ k² എന്ന് പറയുന്നത് റെഗുലർ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ബൈ മാസ് ആണ്. അവിടെ അത് mr² ആണ്. mr² ഡിവൈഡഡ് ബൈ m വരുമ്പോൾ അത് r² വരും. അപ്പോൾ ഇത് 2 എന്ന് വരും. അപ്പോൾ റിങ്ങിന് അത് 2 വരും. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി റേഷ്യോ എടുത്താൽ റിങ്ങിന് അത് 1/β ആണ്. അപ്പോൾ 1/β ആകുമ്പോൾ അത് 1/2 വരും. 1/2 വരും. ഇനി കൈനറ്റിക് എനർജി അടുത്ത ഇത് റിങ്ങിനാണ്. ഇനി സ്പിയറിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് സ്പിയറിൻ്റെ ബീറ്റയിലേക്ക് വരുന്ന സമയത്ത് സ്പിയറിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 1 + k²/r². അപ്പോൾ 1 + k²/r² വരുമ്പോൾ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്
2/5 mr². 2/5 mr²/m വരും. അപ്പോൾ 2/5 r² വരും. അപ്പോൾ അത് 7/5 എന്ന് വരും. 7/5 r² എന്ന് വരും. അപ്പോൾ kinetic energy of translation by kinetic energy total, അതിൻ്റെ റേഷ്യോ വരുന്നത് 5/7 എന്ന് വരും. 5/7. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5/7. അപ്പോൾ റിങ്ങിന് അത് 1/2 ആണ്. അപ്പോൾ രണ്ടുപേരുടെയും ടോട്ടൽ kinetic energy ഓഫ് ട്രാൻസ്ലേഷൻ, അപ്പോൾ റോളിങ്ങിൽ ട്രാൻസ്ലേഷണൽ kinetic എനർജിയുടെ റേഷ്യോ റിങ് ബൈ ഇതെടുത്താൽ ഈ രണ്ട് ഇക്വേഷനും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഒന്ന് 1/2 ആണ്. 1/2 ആണ് അല്ലേ kinetic എനർജി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ kinetic എനർജി റിങ് ബൈ kinetic എനർജി ഓഫ് റോളിംഗ് ട്രാൻസ്ലേഷണൽ kinetic എനർജി ഓഫ് റിങ് ബൈ സ്പിയർ എടുക്കുമ്പോൾ ഫസ്റ്റ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ചെയ്താൽ അതിനകത്ത് ആദ്യത്തെ ടോട്ടൽ kinetic എനർജി അങ്ങ് പോയി. അപ്പോൾ ഫസ്റ്റ് വരുന്നത് 1/2. പിന്നെ അടുത്ത് വരുന്നത് 5/7. അപ്പോൾ ഇവിടെ 7/5 എന്ന് വരും. അപ്പോൾ അത് 7/10 എന്ന് വരും. 7/10 എന്ന് വരും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഈ kinetic energy ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് ഫസ്റ്റ് ബൈ റിങ് ബൈ ടോട്ടൽ kinetic എനർജി റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ kinetic എനർജിയുടെ ആ ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് 7/10 എന്ന് വരും. 7/10 എന്ന് വരും. റിങ്ങിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ 7/10 എന്ന് വരും. അപ്പോൾ 7/10 എന്ന് വരും. അപ്പോൾ അവിടെ 7/x എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ എക്സിൻ്റെ വില 10ലേക്ക് പോകും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ റേഷ്യോ എടുത്താൽ ഇത് 10 എന്ന് വരും ട്രാൻസ്ഫോർമേഷൻ കാര്യം. അങ്ങനെ അല്ലെങ്കിൽ ഇത് 7 എന്ന് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ kinetic energy ട്രാൻസ്ലേഷൻ എടുത്താൽ അത് 10ലേക്ക് പോകും, അല്ലെങ്കിൽ അത് 7ലേക്ക് പോകും. അപ്പോൾ വെറുതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ mgh ടോട്ടൽ kinetic എനർജിയിലേക്ക് പോയാൽ മതി. പക്ഷെ അവിടെ ട്രാൻസ്ലേഷൻ kinetic എനർജിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആൻസർ 7 അല്ല, ആൻസർ 10 ആയിരിക്കും. 7/10 എന്ന് പറയും. അപ്പോൾ ഓക്കെ, താങ്ക് യു.